ജില്ലാ സംഘടനാകാര്യ സെക്രട്ടറി അഷ്റഫ് കരിപ്പടി അവരുടെ വിനീതപൂർവ്വം ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ മഹത്തായ വേദിയിൽ നാം പ്രതീക്ഷിക്കുന്ന വന്യരായ തങ്ങൾ ഉസ്താദ് അവർക്ക് തൽക്കാലം സമയം ഒഴിഞ്ഞുകൊടുത്തുകൊണ്ട് ഈ പരിപാടിക്ക് ജില്ലാ SYSന്റെ ഹൃദ്യമായ അഭിനന്ദനം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സോൺ സെക്രട്ടറി സത്താർ പഴയകടപ്പുറം അവരുടെ വിനീതപൂർവ്വം ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇപ്പം ആശംസ അർപ്പിച്ച് സമയം കളയേണ്ട സമയമല്ല. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ നമ്മുടെ സ്റ്റേജിൽ തന്നെ ഉണ്ട്. ബഹുമാനപ്പെട്ട കാട്ടിപ്പാറ ഉസ്താദിന്റെ സംസാരത്തിന് ശേഷം ബഹുമാനപ്പെട്ട തങ്ങൾ നമ്മുടെ സംസാരിക്കാൻ കാത്തിരിക്കുന്ന ഈ സമയം വളരെ വിലപ്പെട്ട സമയമാണ്. ഹോസ്റ്റൽ സോൺ SYSന്റെ കീഴിലുള്ള നീലേശ്വരം സർക്കിൾ ഒരുപാട് പാരമ്പര്യമായി മുസ്ലിങ്ങൾ താമസിക്കുന്ന വലിയൊരു പ്രദേശമാണ്. അൽഹംദുലില്ലാഹ് ഈ വർഷം ആദ്യമായി ഇങ്ങനെ ഒരു സംരംഭത്തിന് തുടക്കം കുറിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് സോണിന്റെ പരിധിയിൽപ്പെട്ട പുഞ്ചാബിയിലും 5 ദിവസത്തെ റമദാൻ പ്രഭാഷണം നടക്കുന്നുണ്ട്. അതും ഇന്ന് തന്നെയാണ് അതിന്റെ സ്റ്റാർട്ടിങ്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമ്മുടെ സോണിന്റെ എല്ലാ വർഷവും നടക്കുന്ന പോലെയുള്ള റമദാൻ പ്രഭാഷണം നടക്കാൻ പോവുകയാണ്. ഇതിന്റെ സംഘാടകർക്കും ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. നമ്മുടെ മുഖ്യ പ്രഭാഷകൻ സയ്യിദ് ഹിസ്ബുല്ലാഹി തങ്ങൾ അവരുടെ പ്രഭാഷണത്തിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا وحبيبنا وأستاذنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. بسم الله العظيم قدرة والشان شديد البطش والبرهان حافظ الدين والقرآن. ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله. عليه توكلت وإليه أنيب. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. صدق الله مولانا العلي العظيم.
عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال: من قام رمضان إيمانا واحتسابا غفر له ما تقدم من ذنبه. هذا الذي ما كفاه الذنب في رجبه حتى عسى ربه في شهر شعبان. لقد أضلك شهر الصوم بعدهما فلا تسيره أيضا شهر عصيان. واتل القرآن وسبح فيه مجتهدا فإنه شهر تسبيح وقرآن. الصلاة والسلام عدد ما في علم الله عليك يا رسول الله. ضاقت حيلتي وأنت وسيلتي فأدركني سريعا بعزتك يا رسول الله. روحي فداك يا رسول الله. انظر حالنا يا حبيب الله. اسمع قالنا إننا في بحر هم مغرق خذ بأيدينا يا رسول الله. يا رسول الله إنا نحبك. يا حبيب الله إنا نحبك. يا شفيع الله إنا نحبك. فأحبنا يا رسول الله. يا حبيب الله يا شفيع الله. وليس لنا إلا إليك فرارنا. وأين فرار الناس إلا إلى الرسل. قرأنا في الضحى ولسوف ترضى وسرع قلوبنا ذاك العطاء. وحاشا يا رسول الله ترضى وفينا من يعذب أو يساء. ആദരണീയരായ യോഗാധ്യക്ഷൻ അബ്ദുൽ ഖാദർ ഹാജി, SYS ജില്ലാ ദാവാകാര്യ സെക്രട്ടറിയും യോഗോദ്ഘാടനവുമായ ബഹുമാന്യരായ അബ്ദുൽ ഖാദർ സഖാഫി കാട്ടിപ്പാറ, സരസിലെ ഒന്നരായ പണ്ഡിതന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം സ്വീകരിക്കുമാറാകട്ടെ. ഇതുപോലെ നാളെ ജന്നാത്തുൽ നഈമിലും തിരുത്താഹ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളോടൊപ്പം സംഗമിക്കുവാൻ നാഥനായ അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഗുരുനാഥന്മാർ, സ്നേഹിതന്മാർ, സുഹൃത്തുക്കൾ, പ്രസ്ഥാന ബന്ധുക്കൾ, എല്ലാ നിലയിലും നമ്മളുമായി കടമപ്പെട്ടവർ, വിശിഷ്യായി മജ്‌ലിസിനെ പ്രാപ്തനാക്കി വന്നരായന്റെ പിതാവടക്കം
അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാം ഖബറിടങ്ങൾ സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മയും നാളെ ജന്നാത്തുൻ നഈമിൽ തിരുത്താഹ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരീ സഹോദരന്മാർ, ഭാര്യ സന്താനങ്ങൾ, കുടുംബക്കാർ, സ്നേഹിതന്മാർ, എല്ലാ നിലയിലും നമ്മളുമായി ബന്ധപ്പെട്ടവർ, അല്ലാഹു അവർക്കും നമുക്കൊക്കെ ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും അവന്റെ തഖ്വയിലായും ഹബീബിന്റെ ഇഷ്ഖിലായും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ കാര്യമാസക്ത പ്രസക്തമായ ചില വിഷയങ്ങൾ ഒന്നരായ കാട്ടിപ്പാറ സഖാഫി ഉസ്താദ് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏതായാലും വിശുദ്ധമായ റമളാനിൽ ജീവിത വിശുദ്ധിക്ക് വേണ്ടി പകൽ മുഴുവൻ വ്രതത്തിലും രാത്രി മുഴുവൻ ആരാധന നിരതമായ ജീവിത ചുറ്റുപാടിൽ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കാൻ വിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വളരെ വിലപ്പെട്ടതും കനപ്പെട്ടതുമായ ഒരു സുവർണ അവസരമാണ്. ഈ സുവർണാവസരം നമ്മളിലേക്ക് ആഗതമായപ്പോൾ ആ സുവർണാവസരങ്ങളെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന ഒരു വിലയിരുത്തൽ കൂടി നമ്മുടെ ഈ 5 ദിനങ്ങൾ റമളാൻ നമ്മോടൊപ്പം ഉണ്ടാകുമ്പോ ഒരു ആത്മവിചിന്തനത്തിന് കൂടി വേദിയായിട്ടായിരിക്കണം ഈ സദസ്സിൽ വന്ന ഓരോരുത്തരും ഈ റമളാൻ പ്രഭാഷണ വേദിയെ കാണേണ്ടത്. കേവലം കുറെ ചരിത്രങ്ങൾ കേൾക്കുന്നതിനപ്പുറം, കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനപ്പുറം എന്റെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾക്ക് ഈ റമളാൻ വിധേയമായിട്ടുണ്ട് എന്ന ഒരു ആത്മവിചിന്തനം അതായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. ആ ഒരു ആത്മവിചിന്തനത്തിൽ നിന്ന് മാത്രമേ വിശുദ്ധമായ റമളാനിലൂടെ ജീവിത വിശുദ്ധി കൈവരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ആ ജീവിത വിശുദ്ധിക്ക് വേണ്ടിയാണ് പകൽ മുഴുവൻ നാം പട്ടിണി കിടക്കുന്നത്, പകൽ മുഴുവൻ നാം ഭക്ഷണപാനീയങ്ങളെ വർജിക്കുന്നത്. ജീവിത വിശുദ്ധിക്ക് വേണ്ടിയാണ്. 11 മാസം സുലഭമായി ഭക്ഷണം യഥേഷ്ടം കഴിച്ചുകൊണ്ടും ഭുജിച്ചുകൊണ്ടും സുഖലോലുപതയിൽ രമിച്ചുകൊണ്ടും ലയിച്ചുകൊണ്ടും ജീവിച്ച നമുക്ക് ഒരു 11 മാസം അല്ലാഹു സുബ്ഹാനഹു വ തആല യഥേഷ്ടം വിഹരിക്കാൻ അവസരം നൽകിയിട്ട് ഈ ഒരു മാസം അല്ലാഹുവിന്റെ ഖജനാവ് കുറഞ്ഞു പോയത് കൊണ്ടല്ല ഭക്ഷണപാനീയങ്ങളിൽ നിന്ന് നിങ്ങളോട് വിട്ടുനിൽക്കാൻ പറഞ്ഞത്. മറിച്ച് അല്ലാഹുവിന്റെ ഖജനാവ് വിശാലമാണ്, അല്ലാഹുവിന്റെ നിഅമത്തുകൾ വിശാലമാണ്. وَإِن تَعُدُّوا نِعْمَةَ اللَّهِ لَا تُحْصُوهَا പരിശുദ്ധ ഖുർആനിൽ ഖാല അല്ലാഹു അസ്സ വജൽ. അല്ലാഹുവിന് പ്രതികരണമില്ല. പഴയകാലത്തെ വാളാണ്. وَإِن تَعُدُّوا نِعْمَةَ اللَّهِ لَا تُحْصُوهَا പരിശുദ്ധ ഖുർആനിൽ ഖാല അല്ലാഹു അസ്സ വജൽ. അൽഹംദുലില്ലാഹ്, ഈ സരസ് പിരിയുമ്പോൾ ഒരുപാട് സ്വലാത്തുകൾ കൊണ്ടും ഒരുപാട് തസ്ബീഹുകളെ കൊണ്ടും ദിക്റുകളെ കൊണ്ടും തഹ്മീദുകളെ കൊണ്ടും തംജീദുകളെ കൊണ്ടും ധന്യമായിട്ടായിരിക്കണം ഈ സരസിൽ നിന്ന് നാം പിരിഞ്ഞു പോകേണ്ടത്. അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, വഇൻ തഅദ്ദു നിഅമതല്ലാഹ്, അല്ലാഹുവിന്റെ നിഅമത്തിനെ നിങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ ശ്രമിച്ചാൽ ലാ തുഹ്സൂഹാ, അതിനെ നിർണയിക്കുവാനോ എണ്ണി നിശ്ചയപ്പെടുത്തുവാനോ ക്ലിപ്തപ്പെടുത്തുവാനോ നിങ്ങൾക്ക് സാധ്യമല്ല. ആർക്കെങ്കിലും അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. ജനിച്ചതിൽ പിന്നെ അല്ലാഹു നൽകിയ നിഅമത്തുകൾ എത്രയാണ്, അതിന് കണക്കുണ്ടോ? ഇല്ല.
അതേസമയം എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ആ ഭാഗത്തേക്ക് ഞാൻ പോവുകയല്ല ഇൻഷാ അല്ലാഹ്. അല്ലാഹു ചെയ്തു തന്ന നിഅമത്തുകൾ വിശാലമാണ്, ആ നിഅമത്തുകൾക്ക് കണക്കില്ല. അതുകൊണ്ടാണല്ലോ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്തെല്ലാം തെറ്റുകുറ്റങ്ങളിൽ നാം വീണുപോകുമ്പോഴും ആപതിച്ചു പോകുമ്പോഴും അല്ലാഹുവിന്റെ കരുണ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ നിലയ്ക്ക് ജീവിക്കുന്നത്, ഞാൻ ഭക്ഷണം കഴിക്കുന്നത്, ഞാൻ ശ്വാസോച്ഛ്വാസം വേണ്ട രീതിയിൽ ശ്വസിക്കാൻ എനിക്ക് കഴിയുന്നത്. അല്ലാഹുവിന്റെ നിഅമത്താണ്, അല്ലാഹുവിന്റെ കരുണയാണ്. ഇനി ചെറിയ ഒരു ഉദാഹരണം, ആ നിഅമത്തുമായി ബന്ധപ്പെട്ട് അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ ഒന്ന് മനസ്സിലാക്കാൻ ഒരു ചെറിയ ഒരു ഉദാഹരണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. അല്ലാഹു ചെയ്തു തന്ന നിഅമത്ത് എത്രയെന്ന് മനസ്സിലാക്കാൻ, ജനിച്ചതിൽ പിന്നെ 60 വയസ്സുള്ളവർ എന്റെ സരസിലുണ്ട്. 60 വയസ്സുള്ളവർ എന്റെ സരസിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജനിച്ചതു മുതൽ സുഗമമായി ശ്വസിക്കാനുള്ള ഓക്സിജൻ അല്ലാഹു നൽകി. വൈദ്യശാസ്ത്രപ്രകാരം ഒരു മിനിറ്റിൽ 72 തവണ ഒരു മനുഷ്യന്റെ ഹാർട്ട് മിടിക്കണം. ശ്വാസോച്ഛ്വാസം നിലക്കാതെ നല്ല നിലക്കതിന്റെ രൂപത്തിൽ കൊണ്ടുപോകണം. ഈ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകൃതിയാലെ നമുക്ക് നൽകിയ ആ ശ്വാസോച്ഛ്വാസത്തിന് 60ാമത്തെ വയസ്സിൽ അല്ലാഹു ഒരു പരീക്ഷണമെന്ന നിലക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പാഠമാകാനെന്ന നിലക്കോ ഒരു ചെറിയ രീതിയിൽ ഒന്ന് പിടിച്ചു വച്ചാൽ, ശ്വാസം കിട്ടാതെ വരുന്ന ഒരു സാഹചര്യമുണ്ടായാൽ കൃത്രിമ ശ്വാസോച്ഛ്വാസം ആധുനിക ശാസ്ത്രം നമുക്ക് നൽകുന്നുണ്ട്. ഉടനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. ICU യൂണിറ്റിൽ നിന്ന് നേരെ അതാ വെന്റിലേറ്ററിലേക്ക് എടുക്കുകയാണ്. കൃത്രിമ ശ്വാസോച്ഛ്വാസം നമുക്ക് നൽകുകയാണ്. ആ കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകുന്ന ഓരോ മിനിറ്റുകളും ബില്ലിങ്ങുകളായി മാറുകയാണ്. അവസാനം ഒരു 2 മണിക്കൂറാണ് കൃത്രിമ ശ്വാസോച്ഛ്വാസം ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ സഹായത്തോടെ എനിക്ക് ലഭിച്ചതെങ്കിൽ ആ 2 മണിക്കൂറും ബില്ലിങ്ങുകളായി ആ ഹോസ്പിറ്റലിൽ നിന്ന് പഴയ നോർമൽ സ്റ്റേജിലേക്ക് ഞാൻ മാറിയതിൽ പിന്നെ ഡിസ്ചാർജ് വാങ്ങി ഗുഡ് ബൈ പറഞ്ഞ് സന്തോഷത്തോടെ പോകാൻ പ്രകൃതിയാൽ എനിക്ക് കിട്ടിയ ആ ശ്വാസോച്ഛ്വാസം വീണ് കിട്ടിയ സന്തോഷത്തോടെ ഞാൻ യാത്ര പറയാൻ പോകുമ്പോ നഴ്സ് വരികയാണ്. അല്പസമയം ഒന്ന് വെയിറ്റ് ചെയ്യണം, നിങ്ങളുടെ ബില്ല് തരാനുണ്ട്, ബില്ലടിക്കാനുണ്ട്. ഡോക്ടർ ഒന്ന് വന്നോട്ടെ. ഡോക്ടർ വന്ന് എല്ലാം പരിശോധിച്ചു. ഇപ്പോൾ പഴയ ലെവലിലാണ്. ഇനി ഉമ്മ നിങ്ങൾക്ക് പോകാം, അല്ലെങ്കിൽ ഉപ്പ നിങ്ങൾക്ക് പോകാം. വളരെ സന്തോഷത്തോടെ അല്ലാഹുവേ ഹോസ്പിറ്റലിനോട് വിട പറഞ്ഞ് പുറപ്പെടാൻ അടുക്കുന്ന സമയത്താണ് കണ്ണ് അതാ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതാ ഒരു വലിയ ബില്ലുമായി നഴ്സ് പുഞ്ചിരി തൂകുന്ന വദനത്തോടെ നിന്റെ മുമ്പിൽ വന്നു നിൽക്കുകയാണ്. വളരെ സന്തോഷത്തോടെ കയ്യിലേക്ക് തരുമ്പോ ആ ബില്ല് കണ്ട് ഞെട്ടിത്തരിച്ചു പോയ പിതാവ് 60ാമത്തെ വയസ്സിൽ 2 മണിക്കൂർ കൃത്രിമ ശ്വാസോച്ഛ്വാസം ആധുനിക വൈദ്യശാസ്ത്രം നൽകിയതിന്റെ പേരിൽ 60,000 രൂപയുടെ ബില്ല് ഒടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ രംഗം കണ്ടിട്ട് അല്ലാഹ്, കൂലിപ്പണി ചെയ്യുന്ന എന്റെ മക്കൾക്ക് ഞാനൊരു ഭാരമായല്ലോ, ഇതിനേക്കാൾ നല്ലൊരു ശ്വാസം കിട്ടാതെ ഞാൻ മരിച്ചു പോയിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ഒരു വേള ആ മക്കൾ ബില്ലൊടുക്കേണ്ട ആ ഒരു പരിവസ്ഥിതിയിൽ പിതാവ് ചിന്തിച്ചു പോകുന്നുണ്ടെങ്കിൽ അവിടെയാണ് 60 വയസ്സ് അല്ലാഹു സുബ്ഹാനഹു വ തആല സുലഭമായി ഒരു കൃത്രിമ ശ്വാസോച്ഛ്വാസത്തിന്റെയും സഹായമില്ലാതെ, ഒരു ടെക്നോളജിയുടെയും പിൻബലമില്ലാതെ അല്ലാഹു പ്രകൃതിയാൽ നൽകിയ ആ ശ്വാസോച്ഛ്വാസത്തിന്റെ വില 60 കൊല്ലത്തെ വില ഒടുക്കണമെങ്കിൽ എത്ര നാം ഒടുക്കണമായിരുന്നു?
അള്ളാഹുവിന്റെ നിഅമത്തിന്റെ ചെറിയൊരു അംശം ഞാൻ പറഞ്ഞു. ഇവിടെയാണ് അത്രത്തോളം നിഅമത്തുകൾ നൽകി വിശാലമായ ഖജനാവുകൾ കൊണ്ട് സമ്പുഷ്ടമായ അല്ലാഹു 11 മാസം സുഭിക്ഷമായി ഭക്ഷണം തന്ന അല്ലാഹു, ജലപാനം നടത്താനുള്ള സൗകര്യം ചെയ്തു തന്ന അല്ലാഹു, കുടിക്കുവാനുള്ള അവസരം നൽകിയ അല്ലാഹു, വയറിൽ ഇടമുള്ള അടുത്തോളം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം തന്ന അല്ലാഹു, 11 മാസം കഴിഞ്ഞ് 12ാമത്തെ മാസം ഒന്ന് ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞതെന്തിനാണ്? പട്ടിണിക്കിടാനാണോ? അല്ല. ഭക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല തടഞ്ഞു വെക്കുന്നതിന്റെ പിന്നിൽ വേറെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? ഇല്ല. മറിച്ച് 11 മാസത്തെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പോസ്റ്റ്മോർട്ടത്തിന് സുഭിക്ഷമായ ഭക്ഷണവുമായുള്ള നിങ്ങളുടെ പ്രയാണം തടയിടുന്നതാണ്. 11 മാസം സുഭിക്ഷമായി ഭക്ഷണം കഴിച്ചതുകൊണ്ട് പല വേണ്ടാധീനതകളും ചെയ്തു കൂട്ടിയതാണ് നമ്മൾ. പല തിന്മകളിലേക്കും പോയവരാണ് നമ്മൾ. കണ്ണിന്റെ മുമ്പിൽ കണ്ട പല കാഴ്ചകളെയും വിസ്മരിച്ച് നടന്നവരാണ് നമ്മൾ. നമ്മുടെ മുന്നിൽ വന്ന പട്ടിണിപ്പാവങ്ങളെ തിരിഞ്ഞു നോക്കാനോ അവന്റെ പട്ടിണിയുടെ വില മനസ്സിലാക്കാനോ സാധിക്കാതെ പോയവരാണ് നമ്മൾ. രോഗാതുരമായി കഴിയുന്ന നിരവധി രോഗികളുടെ വിഷമങ്ങൾ തിരിച്ചറിയാൻ കഴിയാതെ തിരസ്കരിച്ചവരാണ് നമ്മൾ. ആ സമൃദ്ധമായ ജീവിത ചുറ്റുപാടിൽ പല ബന്ധങ്ങളെയും തിരസ്കരിച്ചവരാണ് നമ്മൾ. പല ബന്ധങ്ങളുടെയും വില മനസ്സിലാക്കാതെ പോയവരാണ് നമ്മൾ. എന്തിനേറെ അല്ലാഹു ചെയ്തു തന്ന നിഅമത്തുകളുടെ ആ വലിപ്പം മനസ്സിലാക്കാൻ 11 മാസം നമുക്ക് കഴിയാതെ പോയി. പോരാ, അല്ലാഹു സൂക്ഷിക്കണമെന്ന് പറഞ്ഞ പല അവയവങ്ങളുടെയും അതിന്റെ ഘടന എന്തിനു വേണ്ടിയാണ് അതിനെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്, എന്തിനെയൊക്കെയാണ് അതിനെ ഉപയോഗിക്കേണ്ടത് എന്ന അതിന്റെ പ്രകൃതിപരമായ നിയമത്തെ തിരസ്കരിച്ച് കളഞ്ഞവരാണ് നമ്മൾ. അത് തിരസ്കരിച്ച് കളയാൻ കാരണം സുഭിക്ഷമായ ഭക്ഷണം നമ്മുടെ തിന്മേശയിലുണ്ട്. സമയാസമയങ്ങളിൽ കുടിക്കാനുള്ള വെള്ളം നമുക്കുണ്ട്. സുഖലോലുപതയിൽ കഴിയാനുള്ള അവസരം നമുക്കുണ്ട്. ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ടാകുമ്പോൾ മറ്റു പലതിനെയും കാണാൻ കഴിയാതെ നമുക്ക് പോയി. അതുകൊണ്ട് മറ്റ് പലതിനെയും കാണാനുള്ള ഒരു അവസരം കൂടി അല്ലാഹു നൽകുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിശുദ്ധമായ റമളാൻ വരുന്നതിനു മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ 2 മാസത്തെ നമ്മുടെ മുന്നിലൂടെ അല്ലാഹു ഒരുപാട് സന്ദേശങ്ങളുമായിട്ട് നമ്മുടെ മുന്നിലേക്ക് പറഞ്ഞു വിടുകയാണ്. റജബ് വരികയാണ്. റജബ് വന്നുകൊണ്ട് പറഞ്ഞു, മനുഷ്യ, നിന്റെ ഈ മുന്നോട്ടുള്ള പ്രയാണത്തിന് തടയിട്ടുകൊണ്ട് ആത്മാവിന്റെ ആത്മനിർവൃതിക്ക്, ആനന്ദത്തിന്റെ ഉന്നതമായ സോപാനത്തിലേക്ക് ആത്മാവിനെ കൊണ്ടെത്തിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ആത്മാവിന്റെ സംശുദ്ധത നിനക്ക് അനിവാര്യമായി വരികയാണ്. ആത്മാവ് ദുഷിച്ചിരിക്കുകയാണ്. ഈ ആത്മാവിനെ ശക്തിപ്പെടുത്താൻ ഒരു മാസമതാ വിശുദ്ധ റമളാൻ കടന്നു വരികയാണ്. റജബനോട് പറഞ്ഞു, ഇതുവരെ 11 മാസവും ശരീരത്തെ ശക്തിപ്പെടുത്താനുള്ള ശ്രമത്തിലായിരുന്നു. അതിനുവേണ്ടിയാണ് രാവിലെ ബൂസ്റ്റ് കലക്കി കുടിച്ചിരുന്നത്. അതിനുവേണ്ടിയാണ് ഉറക്കമെണീറ്റാലുടനെ 2 മുട്ട വാട്ടി കഴിച്ചിരുന്നത്. അതിനുശേഷം വളരെ നല്ല സുഭിക്ഷമായ ആരോഗ്യത്തിന് ഫലപ്രദമാണെന്ന് കാണുന്ന പ്രോട്ടീൻ അടക്കമുള്ള ഭക്ഷണങ്ങൾ കഴിച്ചത്. ഇതൊക്കെയും ശരീരത്തെ ശക്തിപ്പെടുത്താനാണ്. ആ ശരീരം തടിച്ചു കൊഴുക്കുമ്പോ, ആ ശരീരം നല്ല നിലക്ക്
അതാ ഫലഭൂഷ്ടമായി മാറുമ്പോ മറുഭാഗത്ത് ആത്മാവ് അതാ നിർവീര്യമായി കൊണ്ടിരിക്കുകയാണ്, ബലക്ഷയം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ആത്മാവിന്റെ ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ആത്മാവിന്റെ ശക്തിയെ അതാ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള ഒരു സുദിനമാണ് വിശുദ്ധ റമളാൻ. അതുകൊണ്ട് റജബ് പറയാണ് ആത്മാവിനെ പൊട്ടിപ്പെടുത്താനുള്ള മാസമാണ് റമളാൻ. അതുകൊണ്ട് മനുഷ്യ നീ ജാഗ്രത, തെറ്റുകുറ്റങ്ങളിലായി നീ മാറല്ല. നീ കടന്നതിനെ കുറിച്ചൊന്ന് ചിന്തിക്ക്, ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് നീ ഒന്ന് ഓർക്ക്. നിന്റെ പിന്നിൽ ഒരു സർക്കാവുണ്ടെന്ന കാര്യം നീ ഒന്ന് മനസ്സിലാക്ക്. ഇതിനുശേഷം ഒരു വിചാരണയുടെ ലോകം വരാനുണ്ടെന്ന കാര്യം നീ മനസ്സിലാക്ക്. അന്ന് നിന്റെ ഈ തടിയുടെ ഫലഭൂഷ്ടുകൊണ്ട് യാതൊരു രക്ഷയുമില്ല, മറിച്ച് നിന്റെ ആത്മാവിന്റെ ഫലഭൂഷ്ടമായ ഒരു അവസ്ഥയിലെ നിനക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ എന്ന ഒരു സന്ദേശം റജബ് നൽകി. പക്ഷേ ആ റജബിനെ വേണ്ട രീതിയിൽ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിച്ചില്ല. പോരാ, ശഅബാന് അതിനുശേഷം വരികയാണ്. റജബിലൂടെ ഒരു മുന്നൊരുക്കം നടത്താൻ കഴിയാത്ത മനുഷ്യ, റജബ് പറഞ്ഞത് റമളാൻ വരുന്നുണ്ടെന്ന് മുന്നൊരുക്കം നടത്തണമെന്നാണ്. ഹജ്ജിന് പോകുന്നതിന് മുമ്പ് ഒരു മുന്നൊരുക്കം 3 മാസത്തിന് മുമ്പ് തുടങ്ങാറുണ്ട്. ഉംറയ്ക്ക് പോകുന്നതിന് മുമ്പുള്ള ഒരു മുന്നൊരുക്കം 1 മാസത്തിന് മുമ്പ് തുടങ്ങാറുണ്ട്. ഇതുപോലെ റമളാൻ വരുന്നുണ്ട്, ഒരു മുന്നൊരുക്കത്തിന് സമയമായി. റജബ് പറഞ്ഞു. പക്ഷേ ആ റജബിനെ പാവക്കൂനകളുമായിട്ട് മടക്കി വിട്ട ഉടനെ ശഅബാൻ നമ്മളിലേക്ക് വരികയാണ്. ശഅബാനും പറയാനുണ്ടായത് റജബ് പറഞ്ഞതുപോലെയുള്ള പറച്ചിലാണ്. പക്ഷേ അത് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിച്ചോ ഇല്ല. അതാണ് മഹാനായ കവി പറഞ്ഞത്, യദല്ലദീ മകഫാ വദംബു ഫീ റജബി ഹത്താ സറബഹു ഫീ ശഹരി ശഅബാനി. ഓ മനുഷ്യ, റജബിലും ശഅബാനിലും പാപപങ്കിലമായ ജീവിതം നയിച്ചുപോയ മനുഷ്യ, ആ റജബിനെയും പാവങ്ങളിലായി മടക്കി വിട്ടുപോയ മനുഷ്യ, ശഅബാനെയും തദൈവ യാത്രയച്ച മനുഷ്യ, ലഖദ് അളല്ലക, നിനക്കതാ തണൽ വൃക്ഷമായി നിന്റെ മുന്നിൽ തണലിട്ടിരിക്കുന്നു. ശഹ്റുസ്സൗം, നോമ്പ് മാസം നിനക്ക് തണലിട്ടിരിക്കുകയാണ്. ബഅദഹുമാ, ആ റജബിന് ശേഷവും ശഅബാന് ശേഷവും വലാ തുസയ്യിറുഹു. അതുകൊണ്ട് ആ റമളാനെ നീ മടക്കി അയക്കരുത്. ഐലൻ, ഏതുപോലെ ശഅബാനെ മടക്കി വിട്ട പോലെ, റജബിനെ മടക്കി വിട്ട പോലെ, ശഹ്റ ഇസ്യാനി. സഹോദരിമാര് മുന്നോട്ട് കസേര ഇട്ടിരുന്നാല് ബാക്കിൽ കുറെ സഹോദരിമാർക്ക് അസൗകര്യമുണ്ട്, മഴ നനയുന്നുണ്ട്, അവർക്കൊരു സൗകര്യമായിരിക്കുമെന്ന് സംഘാടകർക്ക് വേണ്ടി അറിയിക്കുന്നു. അതുകൊണ്ട് അല്ലാഹുവേ, ആ ശഅബാൻ നമ്മോട് പറഞ്ഞ സന്ദേശം ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കാതെ പോയി, റജബ് നൽകിയ സന്ദേശം ഉൾക്കൊള്ളാൻ കഴിയാതെ പോയി. എന്നാലോ ഇപ്പോഴതാ നിങ്ങൾക്ക് നൽകുന്നു വിശുദ്ധമായ റമളാൻ, തണൽ വൃക്ഷമായി നിങ്ങളോടൊപ്പമുണ്ട്. പോരാ, 5 ദിവസമായി നിങ്ങളുടെ അതിഥി നിങ്ങളോടൊപ്പമുണ്ട്. ആ അതിഥിയെ ഈ 5 ദിവസം കൊണ്ട് വേണ്ട രീതിയിൽ പാപമില്ലാതെ സ്വീകരിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചോ? ഒരു ആത്മവിചിന്തനം. ഒന്നാമതായി, ഈ അതിഥിയാകുന്ന റമളാൻ നമ്മളിലേക്ക് കേവലം വെറുതെ വന്നതല്ല. ഒന്ന്. രണ്ടാമത്തത്, ഈ അതിഥി വരുന്നുണ്ടെന്ന സന്ദേശം ഇതിന് തൊട്ടു മുമ്പ് 2 ആളുകൾ വന്ന് നമ്മോട് പറഞ്ഞു. ഒന്ന് റജബാണ്, മറ്റൊന്ന് ശഅബാനാണ്.
അവര് വന്ന് ഈ അതിഥിയുടെ വിശേഷണങ്ങൾ പറഞ്ഞു. ആ അതിഥിയുടെ പവർ എന്താണെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തന്നു. ആ അതിഥിയെ സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് ഈ കഴിഞ്ഞുപോയ 2 മാസം ഈ അതിഥിയുടെ പൈലറ്റ് വാഹനമായി വന്ന ആ 2 മാസം നമ്മോട് പറഞ്ഞു. പക്ഷേ ആ അതിഥിയെ സ്വീകരിക്കണമെന്ന ആഗ്രഹം നമുക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നാം ദുആ ചെയ്യുന്നത്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. അല്ലാഹ്, റജബിലും ശഅബാനിലും നീ ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണം അല്ലാഹുവേ. പോരാ, വബല്ലിഗ്നാ റമളാൻ, റമളാനിലേക്ക് നീ ഞങ്ങളെ കൊണ്ടെത്തിക്കുകയും ചെയ്യണമേ അല്ലാഹ്. ഈ ആയുസ് അല്ലാഹുവിനോട് ഇരന്ന് വാങ്ങിയതാണ്. എത്ര പേര് പ്രാർത്ഥിച്ചു, അല്ലാഹുവേ റജബിലും ശഅബാനിലും ബറക്കത്ത് ചെയ്ത് റമളാനിലേക്ക് നീ കൊണ്ടെത്തിക്കണമെന്ന്. പലരുടെയും പ്രാർത്ഥന നിഷ്ഫലമായപ്പോ നമ്മുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചു. ചിലർ റജബിൽ മരണപ്പെട്ടു, ചിലർ ശഅബാനിൽ മരണപ്പെട്ടു. പക്ഷേ ആ പ്രാർത്ഥന സ്വീകരിച്ചതിന്റെ ഫലമാകാം റമളാൻ 5 വരെ, ഈ സമയം വരെ അല്ലാഹു ആയുസ് നൽകി. ഈ വിശുദ്ധമായ അതിഥിയെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി. ഇനി തിരിച്ചൊന്ന് ചിന്തിക്കുക, ഈ അതിഥിയെ വേണ്ട രീതിയിൽ ഇത്രയും ആഗ്രഹിച്ച് ക്ഷണിച്ച് 1 മാസം 1 ദിവസമല്ല ക്ഷണിച്ചത്, 2 മാസം 60 ദിവസം തുടർച്ചയായിട്ടാണ് ഈ അതിഥിയെ ഞാൻ ക്ഷണിച്ചത്. ഞാൻ എന്റെ വീട്ടിലേക്ക് വരുന്ന അതിഥിയെ ഒരുപക്ഷെ ഫോൺ വിളിച്ചിട്ട് കല്യാണം കഴിഞ്ഞ ആഴ്ച നടന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെ അല്ലെങ്കിൽ അടുത്ത ബന്ധുവിനെ വിളിച്ചിട്ട് നീ നിന്റെ ഭാര്യയായിട്ട് എന്റെ വീട്ടിലൊന്ന് അതിഥി സൽക്കാരത്തിന് വരണം, 1 തവണ ഫോൺ വിളിക്കാറുള്ളൂ. വന്നാലോ ആ വരുന്ന അതിഥിയെ സ്വീകരിക്കാൻ വേണ്ടി തീന്മേശയിൽ നാം തയ്യാറാക്കുന്ന വിഭവങ്ങൾക്ക് വല്ല കുറവുണ്ടോ? ഒരു കുറവുമില്ല. ഒരൊറ്റ പ്രാവശ്യം വിളിച്ചപ്പോൾ. എന്നാലോ ഈ അതിഥി ചില്ലറക്കാരനല്ല, ഇതൊരു VIP ആണ്. പെട്ടെന്ന് വിളിച്ചാൽ വരുന്ന ആളല്ല. 60 ദിവസം കൊണ്ട് വിളിക്കുകയാണ്. 5 വക്ത് നിസ്കാരത്തിന്റെ പിറകിലും ബല്ലിഗ്നാ റമളാൻ, റമളാൻ എന്ന അതിഥിയെ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തരണം. ചോദിച്ചു വാങ്ങിയാണ് ഈ അതിഥി. അവസാനം അതിഥി വന്നു. 5 ദിവസം പിന്നിട്ടു. പക്ഷേ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എത്രത്തോളം മാറ്റങ്ങളുണ്ട്. അത് മാറ്റമൊക്കെ ഉണ്ട്. എങ്ങനെ? ഇന്നലെ കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് ഞാൻ ഭക്ഷണം കഴിച്ചിരുന്നു, ഉച്ചയ്ക്കും കഴിച്ചിരുന്നു, വൈകിട്ടും ചായ കുടിച്ചിരുന്നു. പക്ഷേ ശനിയാഴ്ചയ്ക്ക് ശേഷം അതില്ല. അതൊരു മാറ്റാണ്. എന്നാൽ അത് മാത്രമാണോ മാറ്റം? റമളാന്റെ പ്രത്യേകത കേവലം ഭക്ഷണപാനീയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കൽ മാത്രമാണോ? ആണെങ്കിൽ ഭക്ഷണപാനീയങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള അവയവങ്ങളെ സൂക്ഷിക്കേണ്ട ഭക്ഷണപാനീയങ്ങളാണ് നോമ്പിന്റെ ഒരു പ്രധാന ഘടകമെങ്കിലും അത് മാത്രമാണെങ്കിൽ ഹബീബ് പറഞ്ഞത് കമ്മിൻ സായിമിൻ, എത്രയെത്ര നോമ്പുകാരാണ് ലൈസ മിൻ സിയാമിഹി, അവരുടെ നോമ്പ് കൊണ്ടില്ല ഇല്ലൽ ജൂ വല്ല തുഷു, പട്ടിണി കിടക്കുക, ദാഹിച്ചു വലയുക എന്നതിലപ്പുറം വേറൊന്നും അവർക്ക് നേടാൻ കഴിയുകയില്ല എന്ന് ഹബീബ് പറഞ്ഞത് എന്തടിസ്ഥാനത്തിലാണ്? അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് നോമ്പിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം ഭക്ഷണപാനീയങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കലാണെങ്കിൽ കൂടി ആ ഘടകത്തെ ശക്തിപ്പെടുത്തുന്ന വേറെ കുറെ ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളിൽ ഒരു മാറ്റം ഈ റമളാൻ നിങ്ങൾ നിന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ ആ മാറ്റം നമ്മളിൽ ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ കണ്ണിന് നോമ്പുണ്ടായിട്ടുണ്ടോ? നാവിന് നോമ്പുണ്ടായിട്ടുണ്ടോ? നമ്മുടെ കൈക്ക് നോമ്പുണ്ടായിട്ടുണ്ടോ? നമ്മുടെ കാലിന് നോമ്പുണ്ടോ? ഈ വക കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോ ശരിക്കു പറഞ്ഞാൽ
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉദ്ദേശിച്ച, അല്ലാഹുവിന്റെ ഖുർആൻ ഉദ്ദേശിച്ച ആ തലത്തിലേക്ക് നമ്മുടെ 5 ദിവസത്തെ നോമ്പ് കടന്നിട്ടുണ്ടോ എന്ന ഒരു ആത്മവിചിന്തനമാണ് ഈ വേദിയിൽ നിന്നും നമുക്കുണ്ടാകേണ്ടത്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് നമ്മുടെ നോമ്പ് ഏത് തരത്തിലാണ് ഇതുവരെ പര്യവസാനിച്ചതെന്ന് ഇൻഷാ അല്ലാഹ് ഈ പ്രസംഗം കഴിയുമ്പോഴേക്ക് നമുക്ക് ബോധ്യപ്പെടണം. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ശഅബാൻ മാസത്തിന്റെ അവസാനത്തിൽ റമളാന്റെ ശ്രേഷ്ഠത വിവരിച്ചുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ അവിടുത്തെ അനുയായികളായ സഹാബികളെ അവിടുന്ന് ഉത്ബുദ്ധരാക്കുകയാണ്. ഹബീബ് പറയാണ്, അൻ സൽമാൻ റളിയല്ലാഹു അൻഹു, സൽമാൻ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഖാല, സൽമാൻ പറയാണ്, ഖതബനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ആഖിരി യൗമിൻ മിൻ ശഅബാൻ. ശഅബാന്റെ അവസാനത്തെ ദിവസത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് അതാ പ്രഭാഷണം നടത്തുകയാണ്. ഫഖാല, ഹബീബ് പറയുകയാണ്, അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഖദ് അളല്ലകും ശഹ്റുൻ അളീം, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വിശിഷ്ടമായ പവിത്രധന്യമായ ഒരു മാസത്തെ അല്ലാഹു നിങ്ങൾക്ക് തണൽ വൃക്ഷമായി നൽകിയിരിക്കുകയാണ്. അങ്ങനെയുള്ള വണ്ണമായൊരു മാസം ലഖദ് അളല്ലകും, നിങ്ങൾക്ക് തണലിട്ടിരിക്കുകയാണ്. ആ മാസം ഏതെന്നറിയോ? ശഹ്റും മുബാറകുൻ, ബറക്കത്തുള്ള മാസമാണ്. ശഹ്റും ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ശഹ്ർ, ആ മാസത്തിൽ ഒരു ദിവസമുണ്ട്, ഒരു രാത്രിയുണ്ട്. 1000 മാസത്തെ പ്രതിഫലങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് സ്വന്തമാക്കാൻ പറ്റുന്ന തരത്തിലേക്ക് നിങ്ങളുടെ ഇബാദത്തുകളുടെ ഗ്രാഫ് ഉയർത്തുന്ന ഒരു സുന്ദരമായ രാത്രി ആ വിശുദ്ധമായ മാസത്തിലുണ്ട്. എന്നിട്ട് ഹബീബ് പറയാണ്, ജഅലല്ലാഹു സിയാമഹു ഫരീള, ആ മാസത്തിൽ അല്ലാഹു നോമ്പിനെ നിർബന്ധമാക്കി. വഖിയാമ ലൈലിഹി തതവ്വുആ, വഖിയാമ ലൈലിഹി, ആ ദിവസത്തെ മാസത്തിലെ രാത്രികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതാ നിസ്കാരത്തെ അല്ലാഹു സുന്നത്താക്കി, ഐച്ഛികമാക്കി. മൻ തഖറബ ഫീഹി ബിഖസ്ലത്തിൻ മിനൽ ഖൈർ, ആരെങ്കിലും ഒരു ഖൈറായ കാര്യം കൊണ്ട് ആ മാസത്തിൽ അല്ലാഹുമായി അടുക്കുന്നുണ്ടെങ്കിൽ കാന കമൻ അദ്ദാ ഫരീളതൻ ഫീമാ സിവാ, മറ്റുള്ള മാസങ്ങളിലില്ലാത്ത അത്രയും പ്രതിഫലം ഒരു ഫർളിന്റെ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഒരു സുന്നത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വിശിഷ്ടത നൽകുന്ന സുന്ദരമായ ഒരു മാസമാണ്. പോരാ, വമൻ അദ്ദാ ഫീഹി ഫരീള, ആ മാസത്തിൽ ഒരാൾ ഒരു ഫർളായ കാര്യം ചെയ്താൽ കാന കമൻ അദ്ദാ 70 ഫരീളതൻ ഫീമാ സിവാ, മറ്റുള്ള മാസങ്ങളിൽ 70 ഫർള് ചെയ്യുന്നതിന്റെ സ്ഥാനത്ത് ഒരു ഫർളിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം യഥേഷ്ടം നൽകുന്ന മാസമാണ്. പോരാ, അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ആ മാസമേതെന്നറിയോ? വഹുവ ശഹ്റുസ് സബ്രി, ക്ഷമയുടെ മാസമാണ്. അപ്പൊ കഴിഞ്ഞ 11 മാസം ക്ഷമ എന്ത് എന്നറിയാത്ത നമുക്ക് ക്ഷമ കൊണ്ടുള്ള ഒരു കോച്ചിങ്, ഒരു പരിശീലനം അല്ലാഹു നൽകി.
വിശപ്പ് വരുമ്പോ സഹിക്കാൻ കഴിയില്ല, ഉടനെ നേരെ അങ്ങാടിയിലേക്ക് പോകും വീട്ടിൽ ഭക്ഷണം ഇല്ലെങ്കിൽ. വിശന്ന് വലഞ്ഞു വരുന്ന മനുഷ്യൻ വീട്ടിലേക്ക് കയറി വന്നു, ഭക്ഷണ തിന്മേശയിൽ ഇരിക്കുന്നു. ഭാര്യ ഭക്ഷണം കൊണ്ടുവന്ന് വിളമ്പിത്തരുമ്പോ ഉപ്പ് കുറഞ്ഞതിന്റെ പേരിൽ ആ ഭക്ഷണം അതേപോലെ തന്നെ ഭാര്യയുടെ മുഖത്തേക്ക് എറിഞ്ഞു കൊടുക്കുന്നു. കാരണം എന്തേ? ക്ഷമയില്ല. എന്നാലോ അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമയുടെ ബാലപാഠം നമ്മെ പഠിപ്പിക്കുകയാണ്. ഒന്നാമത്തെ ഇത് ഒരു മനുഷ്യൻ സഹിക്കാത്ത ഒന്ന് അവന്റെ വയറ് വിശക്കുക എന്നുള്ളത്. ബാക്കി എന്ത് സഹിക്കും? പട്ടിണിക്കിടാന്ന് പറഞ്ഞാൽ ആരും സഹിക്കൂല. അതുകൊണ്ടാണ് എല്ലാ ഇനത്തിലുള്ള ശിക്ഷകളുണ്ടെങ്കിലും ഇന്ന് ജയിലുകളിൽ ശരിക്കും പറഞ്ഞാൽ പൊറോട്ട ഇറച്ചിയുണ്ട്. പൊറോട്ട ഇല്ല, ചിലപ്പോൾ ചിക്കനും പൊറോട്ട ഉണ്ടാവും. കാരണം എന്താ? പട്ടിണിക്കിട്ടുള്ളൊരു ശിക്ഷ അത് സഹിക്കാൻ കഴിയില്ല. ഇടയ്ക്ക് ഇടിയുണ്ടാകും, ലോക്കപ്പിലിട്ട് പെരുമാറ്റം ഉണ്ടാവും, പലതും ഉണ്ടാവും. എന്നാൽ പട്ടിണിക്കിടൂല. ഈ പട്ടിണിയാണ് യഥാർത്ഥത്തിൽ ക്ഷമ എന്ത് എന്ന് പഠിപ്പിക്കുന്നത്. കള്ളു കുടിച്ചുകൊണ്ട് വന്നവന് 2 ഇടി കൊടുത്താൽ ഒരു പക്ഷേ ആ ഇടിയും കൊണ്ടിട്ട് അവൻ പോവും. അവനെ 10 ദിവസം പട്ടിണിക്കിട്ടാലോ ഒന്നുകിൽ അവൻ നന്നാവും, അല്ലെങ്കിൽ അവൻ ചാവും. അപ്പൊ ക്ഷമ എന്ന ബാലപാഠം വിശുദ്ധമായ റമളാനിലൂടെ ഒരു മനുഷ്യൻ നേടിയെടുക്കുകയാണ്. അത് കഴിഞ്ഞ 11 മാസം നമുക്കില്ലാത്ത ഒരു പ്രത്യേകത. അപ്പൊ എന്തിനോടും ക്ഷമിക്കുക, ഭാര്യയോട് ക്ഷമിക്കുക. ചെയ്തു പോയ ചില തെറ്റുകൾ, ആ തെറ്റിന്റെ പേരിൽ ഭാര്യയോട് ക്ഷമിക്കണമെന്ന് പഠിപ്പിക്കുന്നു റമളാൻ. സ്വന്തം സഹപാഠിയോട് ചില്ലറ വിഷയത്തിന്റെ പേരിൽ പിണങ്ങി, പക്ഷേ അവനോട് അങ്ങോട്ട് കൂടാനോ പിന്നീട് യോജിക്കാനോ അവൻ അനുവദിക്കുന്നില്ല. കാരണം എന്തേ? അവൻ ചെയ്തു പോയ ചെറിയ തെറ്റ് ക്ഷമിക്കാൻ ഇവന് കഴിയുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ക്ഷമ, ഹബീബ് പറയാണ്, ക്ഷമയുടെ ബാലപാഠം ഈ വിശുദ്ധമായ റമളാനിലൂടെയാണ് ഒരു മനുഷ്യൻ നേടിയെടുക്കുന്നത്. ക്ഷമയില്ലാതെ വരുമ്പോഴാണ് ലോകത്ത് നടക്കുന്ന സകല പ്രശ്നങ്ങളുടെയും കാരണം. ക്ഷമ ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നത് എപ്പോഴാണ്? ക്ഷമയുള്ളവനാകുമ്പോഴാണ് ഒരു മനുഷ്യൻ മനുഷ്യനാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ആരാണ് ഏറ്റവും വലിയ ധീരൻ? ധീരൻ ആരാ? സ്വന്തം ശരീരത്തോട് പടവെട്ടി ഇച്ഛാശക്തികൾക്കെതിരെ പോരാടി ഇച്ഛകൾക്കെതിരെ നിലകൊള്ളുകയും വിഷയത്തെ വികാരപരമായി കാണുന്നതിന് പകരം വിവേകപൂർണമായ അവസ്ഥയിൽ കണ്ടുകൊണ്ട് എന്തിനേയും ക്ഷമിക്കാനും സഹിക്കാനും കഴിയുന്ന ഒരവസ്ഥയിലെത്തുമ്പോഴാണ് ഒരു മനുഷ്യൻ പക്വത കൈവരിക്കുന്നത്. എന്നെ ഒരാൾ വന്ന് തല്ലിയാൽ ഉടനെ അതിനേക്കാൾ 2 തല്ലു കൊടുക്കലല്ല. അതിനു മുമ്പ് ആ ഒരു ക്ഷമയോടെ ആ തല്ലിയവനെ എങ്ങനെ നന്നാക്കാൻ കഴിയും? ആദ്യം ഒന്ന് ക്ഷമിക്കണം, ക്ഷമിച്ചിട്ട് വേണം അവനെ നന്നാക്കാൻ വേണ്ടി പുറപ്പെടുക. ഒന്നടിക്കുമ്പോഴേക്ക് 2 തിരിച്ചു കൊടുത്ത് അവസാനം അവനെ നന്നാക്കാൻ പുറപ്പെടാൻ കഴിയില്ല. ഒരു പ്രബോധകന് ആവശ്യവും ക്ഷമയാണ്, ഒരു ഖതീബിന് ആവശ്യം ക്ഷമയാണ്, ഒരു മുദരിസിന് ആവശ്യം ക്ഷമയാണ്, ഒരു മുഅല്ലിമിന് ആവശ്യം ക്ഷമയാണ്, ഒരു ഭർത്താവിന് ആവശ്യം ക്ഷമയാണ്, ഒരു ഭാര്യയ്ക്ക് ആവശ്യം ക്ഷമയാണ്, ഒരു അധ്യാപകന് ആവശ്യം ക്ഷമയാണ്. ഒരു കുട്ടി ദർസിലേക്ക് കയറി വന്നു, അല്ലെങ്കിൽ സ്കൂളിലേക്ക് കയറി വന്നു, മോനെ പറ അറ. കുട്ടി അറ പറയാൻ കഴിയുന്നില്ല, ഉടനെ അവനെ തറയാക്കി അടിക്കുന്ന ഒരു സാഹചര്യം. ചില അധ്യാപകന്മാരെങ്കിലും വള്ളിച്ചൂരിൽ പ്രയോഗത്തിലൂടെ ആ കുട്ടിയുടെ മാനസികാവസ്ഥ തകർത്ത് ഇനി മേലിൽ ഈ മേഖലയോട് തന്നെ വിയോജിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചതെന്താ? അധ്യാപകന്റെ ക്ഷമയില്ലായ്മ. പലപ്പോഴും തലാഖിലേക്ക് കൊണ്ടെത്തിച്ച കാരണം എന്താ? ചില്ലറ വിഷയങ്ങളിൽ ക്ഷമിക്കാൻ കഴിയാതെ പോയത് അല്ലേ? ഭർത്താവിന്റെ ഉമ്മ പ്രായാധിക്യം കൊണ്ട് അല്ലറ ചില്ലറ വിഷയങ്ങൾ ചിലപ്പോൾ കയർത്ത് സംസാരിച്ചു എന്ന് വരാം. മരുമകൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? ക്ഷമയില്ല. ഭർത്താവിന്റെ ഉമ്മ എന്നെ ഉപദേശിക്കാൻ അവളാരാ? ഇങ്ങനത്തെ ഒരു തോന്നലിട്ട് കൊടുത്തു. കഴിഞ്ഞ 11 മാസം, ഈ 12ാമത്തെ മാസം അള്ള പറഞ്ഞു, മോളെ ഇത് ക്ഷമിക്കേണ്ടതാണ്. ഭർത്താവിന്റെ ഉമ്മ എന്തെങ്കിലും പറഞ്ഞ് ക്ഷമിച്ചോ?
ആ ക്ഷമ നമുക്ക് നൽകുന്നത് പട്ടിണിയുടെ വിശപ്പിന്റെ ഉൾവിളിയാണ്. ക്ഷമിക്കാനുള്ള ഒരു നല്ല സാഹചര്യം. കാരണം പട്ടിണി എന്ന വലിയ ഒരു കടമ്പ കടക്കാമെങ്കിൽ മറ്റ് പലതിനെയും നമുക്ക് എന്താക്കാൻ പറ്റും? സഹിക്കാൻ കഴിയും. എന്റെ വിശപ്പിനെ എനിക്ക് സഹിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ എന്റെ ഭാര്യ ചെയ്തു പോയ ചെറിയ വിഷയങ്ങളെ എനിക്ക് പൊറുക്കാൻ കഴിയില്ലേ? എന്റെ ഉമ്മ എന്നോട് ചെയ്ത ചെറിയൊരു അപരാധം എനിക്ക് പൊറുക്കാൻ കഴിയില്ലേ? എന്റെ ഭർത്താവ് എന്നോട് ചെയ്തു പോയ ചെറിയ വിഷയം എനിക്ക് പൊറുക്കാൻ കഴിയില്ലേ? കാരണം എന്തേ? എന്നെ ഏറ്റവും കൂടുതൽ അസഹനീയമാക്കുന്ന എന്റെ വിശപ്പ്, അതിനെ എനിക്ക് തടയിടാൻ കഴിയുമെങ്കിൽ പിന്നെ മറ്റു പലതിനെയും തടയിടാൻ എനിക്ക് സാധിക്കും. അപ്പൊ ക്ഷമ, അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, വഹുവ ശഹ്റുസ് സബ്രി, ക്ഷമയുടെ മാസമാണ്. വസ്സബ്റു, ക്ഷമ എന്നത് സവാബുഹു അൽ ജന്ന, അതിന്റെ പ്രതിഫലം എന്താണ്? സ്വർഗമാണ്. അപ്പൊ ക്ഷമ ഉള്ളവനെ സ്വർഗം കിട്ടുള്ളൂ അല്ലേ? ക്ഷമ വലിയൊരു കാര്യമാണെന്നാണ് ഇതിലൂടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതിന്റെ പ്രതിഫലം സ്വർഗമാണ് എന്ന് പറഞ്ഞാൽ ക്ഷമിക്കാനുള്ള ഒരു കഴിവ് നേടിയെടുക്കുക എന്നത് ഒരു വലിയ കാര്യമാണ്. അതുകൊണ്ടാണ് എത്തിപ്പെടാൻ പറ്റാത്ത ഉന്നതമായ സ്വർഗത്തെ ഒരാൾ എത്തിപ്പിടിക്കുന്നത് ക്ഷമയിലൂടെയാണ്. ഓച്ചിവിറക്കുന്ന തണുപ്പ്, ഹയ്യ അലസ്സലാ, പള്ളിയിൽ നിന്ന് വിളിക്കുമ്പോ രാത്രി വൈകി വന്ന് കിടന്നുറങ്ങിയ ചെറുപ്പക്കാരെ, ഹയ്യ അലസ്സലാ, ബാങ്ക് വിളിക്കുമ്പോ ചാടി എഴുന്നേറ്റ് പള്ളിയിലേക്ക് പോകാൻ നിന്നെ പ്രേരിപ്പിക്കുന്നതെന്താ? മറുഭാഗത്ത് ശരീരം നിന്നെ പിടിച്ചു വലിക്കുമ്പോ ആ ശരീരത്തിന്റെ താളാത്മകതയിൽ ആനന്ദം കാണാതെ നീ അതാ ക്ഷമിച്ചുകൊണ്ട് അല്ലാ നിന്റെ മുന്നിൽ അതാ സാഷ്ടാംഗം ചെയ്യേണ്ടത് എന്റെ ബാധ്യതയാണ്. തണുപ്പ് വരുന്നു, എന്നെ കോച്ച് വിറക്കുന്നു, എനിക്ക് അസഹനീയമാണ്. അല്ലാ, ഞാൻ ക്ഷമിക്കുകയാണ് നിനക്ക് വേണ്ടി. രാത്രി കുട്ടി മൂത്രമൊഴിച്ച കാരണം പറഞ്ഞ് എങ്ങനെ കോച്ച് വിറക്കുന്ന തണുപ്പത്ത് കുളിക്കാനാണ് എന്ന് ചിന്തിച്ച് കിടന്നുറങ്ങലല്ല പെങ്ങളെ. ആ ഒരു ഘട്ടത്തിൽ ക്ഷമിച്ചുകൊണ്ട് അല്ലാ ഞാനതാ നിസ്കാരത്തിലേക്ക് പോവുകയാണ്. പെട്ടെന്ന് തന്നെ ശരീരം കിടുകിടാ വിറക്കുന്നുണ്ട്. അതിൽ ക്ഷമിക്കാൻ ഒരു കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ക്ഷമിക്കാനും സഹിക്കാനും ഒരു കഴിവ് നാം നേടിയെടുക്കുന്നു. ക്ഷമയില്ലാത്തവരോ, കോച്ച് വിറക്കുന്നതാണ്, ഇപ്പൊ എനിക്കിപ്പോ എന്തായാലും കഴിയില്ല, എന്റെ ശരീരമാകെ വീർത്തുപോകും, അല്ലെങ്കിൽ ഞാനെങ്ങനെ, എനിക്ക് അലർജി പ്രോബ്ലം ഉള്ള ആളാണ്, തുമ്മലാണ്, അതുകൊണ്ട് കുളിക്കാനും കഴിയില്ല, നനയ്ക്കാനും കഴിയില്ല, ക്ഷമിക്കാൻ സഹിക്കുന്നു കഴിയുന്നില്ല. അങ്ങനെയുള്ളവർക്ക് ഉയർന്ന സ്വർഗം എത്തിപ്പിടിക്കാൻ കഴിയില്ല. അപ്പൊ ക്ഷമ എന്നത് ജീവിതത്തിന്റെ സമസ്യ മേഖലകൾ, എല്ലാ മേഖലയും, ഒരൊറ്റ മേഖലയില്ല, ആ മേഖലകളിലെല്ലാം ക്ഷമ എന്നത് ഒരു മനുഷ്യനുണ്ടാകുമ്പോഴാണ് സവാബുഹു അൽ ജന്ന, അതിന്റെ പ്രതിഫലം സ്വർഗമായി അല്ലാഹു വെച്ചിട്ടുള്ളത്. കാരണം വലിയൊരു ത്യാഗമാണ് ക്ഷമിക്കാന്നുള്ളത്. അതുകൊണ്ടാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലമ നടന്നു പോവുകയാണ്. അതാ ഒരു ഖബറിന്റെ അരികിൽ ഇരുന്നുകൊണ്ട് ഒരു പെണ്ണ് കരയുകയാണ്. ഹബീബ് പറഞ്ഞു, ഇസ്ബിരി, പെണ്ണേ നീ ക്ഷമിക്കു പെണ്ണേ. പെട്ടെന്ന് അതാ ആ പെണ്ണ് വികാര വിജൃംഭിച്ചുകൊണ്ട് ഉടനെ ഹബീബിനോട് പറയുകയാണ്, എന്നിൽ നിന്ന് നീ മാറിപ്പോ. ഇത് ഹബീബാണെന്നറിയുന്നില്ല. സ്വന്തം സന്താനം മരിച്ചതിലുള്ള വ്യതപുകൊണ്ട് കരഞ്ഞ ആ പെണ്ണിന് ഒരു നിമിഷം ക്ഷമിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് ആരോ പറഞ്ഞുകൊടുത്തു, ആരോടാണ് നീ കയർത്ത് സംസാരിച്ചത്? ആരെന്നറിയോ? മുഹമ്മദുർ റസൂലുള്ളാഹിയാണ്. നേരെ അതാ പശ്ചാത്താപത്തോടെ ഹബീബിന്റെ സവിധത്തിലേക്ക് വരികയാണ്. യാ റസൂലല്ലാഹ്,
അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതാണ്. ക്ഷമിക്കണേ റസൂലേ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അതാ അസ്സബ്റു ഇൻദ സദ്മത്തിൽ ഊലാ. ക്ഷമ എന്ന് പറഞ്ഞാൽ എന്റെ ആദ്യഘട്ടത്തിൽ ക്ഷമിക്കാം. എന്നെ ഒരാൾ പച്ച തെറി വിളിച്ചപ്പോ തിരിച്ച് 2 തെറി അങ്ങോട്ടങ്ങ് വിളിച്ചു. പിന്നെ എന്നിട്ട് ഞാൻ ക്ഷമിച്ചിട്ട് കേട്ടാ, ഇനി മേലിൽ നീ വിളിക്കരുത് എന്ന് പറയുന്നതിൽ കഥയില്ല. ആദ്യം വിളിക്കുമ്പോൾ തന്നെ ക്ഷമിക്കാനൊരു, സഹിക്കാനൊരു മനസ്സുണ്ടാകണം. അതല്ലേ റസൂലുള്ളാഹി നമുക്ക് കാണിച്ചു തന്നത്. അറാബിയായ മനുഷ്യൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമ നടന്നു പോകുമ്പോ അവിടുന്ന് അതാ തോളിൽ കിടന്ന അവിടുത്തെ ഷാള് വലിക്കുകയാണ്. ആ വലിയുടെ കാരണം കൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്ത് ആ പരുപരുക്കൻ ഷാളിന്റെ കാരണം കൊണ്ട് സ്ക്രാച്ച് സംഭവിച്ചു. അസഹനീയമായ വേദനയുണ്ട്. ഹബീബ് തിരിഞ്ഞു നോക്കുമ്പോ അപരിഷ്കൃതനായ മനുഷ്യനാണ്. അയാളുടെ ആവശ്യമെന്താണ്? മുഹമ്മദ് വല്ലതും നീ തരണം. നിങ്ങളോട് ആരെങ്കിലും ഒരാള് പള്ളിയിൽ നിന്ന് ഇപ്പോ നിസ്കരിച്ചിട്ട് ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് പാവങ്ങൾ പള്ളി വരാതെ നിൽക്കുക. പെട്ടെന്നാണ് നിങ്ങളെ ഷാളോ അല്ലെങ്കിൽ ഷർട്ട് ഇങ്ങോട്ട് പിടിച്ചിട്ട് ഇങ്ങോട്ട് എനിക്ക് എന്തെങ്കിലും താന്ന് പറഞ്ഞാൽ ചിലപ്പോ അത് പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോ 100 രൂപയോ അല്ലെങ്കിൽ 50 രൂപ 25 രൂപ എടുത്ത് കൊടുക്കും. ഈ ഒരു രീതി പിടിച്ചു വലിച്ചപ്പോ ഈർഷ്യത കൊണ്ട് കൈമുക്കി ഒരു ഒറ്റ അടിയും കൊടുക്കും, തിരിച്ചു പോയി. എന്തുകൊണ്ട്? ക്ഷമിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല നാം. അതുകൊണ്ട് എന്നാലോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നിറപുഞ്ചിരിയോടെ അഅറാബിയെ നോക്കിക്കാണുകയാണ്. കൂടെയുള്ളവരോട് ആ പാവത്തിനെ സഹായിക്കാൻ ഉത്തരവിടുകയാണ്. അപ്പൊ ക്ഷമ അതൊരു വലിയ പാഠമാണ്. ആ പാഠമാണ് റമളാൻ എനിക്കും നിങ്ങൾക്കും നൽകുന്നത്. ഇനി ഒരു ആത്മവിചിന്തനം നടത്തുക. 5 ദിവസമായി. ഈ 5 ദിവസം കൊണ്ട് ഈ റമളാനെ വേണ്ട രീതിയിൽ സ്വീകരിച്ചു എന്ന് പറയുന്ന നാം, ഭക്ഷണപാനീയങ്ങളിൽ നിന്ന് വിട്ടുനിന്ന നാം പല കാര്യങ്ങളിലും കോപിഷ്ഠരായിട്ടില്ലേ? മാർക്ക് കൊടുക്കാൻ പറ്റോ ഇല്ലേ? സ്വന്തം മനസ്സാക്ഷിയോട് ചോദിക്കും. ഖുർആൻ ഈ റമളാൻ ക്ലാസ്, റമളാൻ പഠന ക്ലാസ് എന്ന് പറഞ്ഞാൽ കുറെ ചരിത്രം കേൾക്കലും വാത് കേൾക്കലും കറിഞ്ഞുപോയ ഉമ്മമാരുടെയും ഉപ്പമാരുടെയും സംഭവം കേൾക്കൽ മാത്രമല്ല. അത് വേണം, അത് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമാണ്. പക്ഷേ കുറെ ആത്മവിചിന്തനത്തിൽ ഇൻഷാ അല്ലാഹ് നാളെ നമ്മൾ പറയാൻ പോകുന്നത് മരണചിന്തകളാണ്. ഒരു മരിക്കാൻ പോകുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട കുറെ ചിന്തകൾ. ആ ഭാഗം വരുമ്പോ കുറെ ആളുകൾക്ക് കരയേണ്ടി വരും, നമ്മളൊക്കെ കരയേണ്ടി വരും. അങ്ങനെ കരയാൻ പറ്റുന്ന ഒരു നിമിഷമാണ്. അതുകൊണ്ട് നേരത്തെ 9 മണിക്ക് എല്ലാവരും ഒന്ന് വന്നാൽ ഇൻഷാ അല്ലാഹ് 12 മണിയാകുമ്പോൾ ദുആ പിരിഞ്ഞ്, കാരണം ഈ 12 മണിക്ക് ശേഷം വേണം സലാത്തുൻ നൂറാനി. എല്ലാ മാസവും കാസർഗോഡ് ആലൂർ ആൽനടുക്കം അൽഹംദുലില്ലാഹ് നല്ല റാഹത്തായി നടക്കുന്ന സ്വലാത്തിന്റെ മജ്ലിസ്. നേരത്തെ കാട്ടിപ്പാറ ഉസ്താദായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ആ സ്വലാത്തിന്റെ മജ്ലിസിലെ ആമുഖ പ്രഭാഷകൻ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന് പോകേണ്ടതുണ്ട്. ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞത് ക്ഷമിക്കാൻ, സഹിക്കാൻ ആനെ പ്രാപ്തനാക്കുന്നതാണ് ഈ വിശുദ്ധ റമളാൻ. അപ്പൊ ഈ ഒരൊറ്റ ഹദീസിൽ നിന്ന്, ശരിക്കും പറഞ്ഞ ഈ ഒരൊറ്റ ഹദീസ് റമളാൻ 30 ദിവസവും പറയാൻ മാത്രം ഉണ്ട്. അപ്പോ അതിൽ നിന്നൊക്കെ ഷോർട്ടാക്കി നമുക്ക് പറയാം, ക്ഷമിക്കാൻ എനിക്ക് ഈ 5 ദിവസം കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ 11 മാസം തൊട്ടതിനും പിടിച്ചതിനും ഭാര്യയോട് കയർക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 5 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ഭാര്യമാരോട് നിങ്ങൾ ഈർഷ്യതയോടെ പെരുമാറിയിട്ടില്ല എന്ന് പറയാൻ, ആ നിലയ്ക്ക് മാർക്ക് കൊടുക്കാൻ പറ്റിയ ആരെങ്കിലും ഈ സദസ്സിലുണ്ടോ? കൈവക്കണ്ട. ആത്മവിചിന്തനം സ്വമേധയാൽ സ്വന്തം മനസ്സാക്ഷിയോട് ചോദിക്കും. അപ്പൊ റമളാൻ കൊണ്ട് ഉദ്ദേശിച്ചത് ക്ഷമ എന്ന വലിയൊരു പാഠം നമുക്ക് മുമ്പിൽ അള്ളാഹു അവതരിപ്പിച്ചു. അത് സഹിക്കാനും ക്ഷമിക്കാനും പൊറുക്കാനും കഴിയുന്നുണ്ടോ ഇല്ലേ? ഭർത്താവ് വീട്ടിൽ കയറി വരുമ്പോ ചൂട് പിടിച്ച ആ ജീവിതത്തിൽ അവളിലേക്ക് സക്കീനത്ത് തേടി, ശാന്തത തേടി, ശാന്തിയുടെ തീരമണയാൻ വരുന്ന ഭർത്താവിനോട് ഈർഷ്യതയോടെ, ചിലപ്പോ ഭർത്താവ് ദേഷ്യപ്പെട്ടാൽ ആ ദേഷ്യപ്പെട്ടത് ഭർത്താവിന്റെ സാഹചര്യം അങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ അതിനേക്കാൾ ഡബിള്
ചൂടായിട്ടുള്ള പെങ്ങന്മാരെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ക്ഷമ എന്നത് ഈ 5 ദിവസത്തിനുള്ളിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ? ചെറിയ കുട്ടി ഒന്ന് നിലവിട്ട് കരഞ്ഞതിന്റെ പേരിൽ എത്ര തള്ളമാര് പിഞ്ചോമന മക്കളെ, ചിലപ്പോ നോമ്പ് പിടിച്ചതിന്റെ പേരിലായിരിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ കുറെ ജോലിയുള്ളതിന്റെ പേരിലായിരിക്കാം, നാളെ മുതൽ കുട്ടിയുടെ അടിയുടെ ദിവസം തുടങ്ങിയാണ്. രാവിലെ എഴുന്നേക്കാൻ ബുദ്ധിമുട്ടിയാൽ അടി, കുട്ടി മൂത്രമൊഴിച്ചാൽ അടി, പിന്നെ സ്കൂളിൽ പോകുന്ന സമയത്ത് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞാൽ അപ്പോഴടി. അപ്പൊ അടിയുടെ മാസമാണ് നാളെ തുടങ്ങുന്നത്. അപ്പൊ ആ കുട്ടികളോട് പോലും നമ്മളിൽ ചിലർക്കെങ്കിലും സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ 5 ദിവസം കൊണ്ട് റമദാൻ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയോ ഇല്ലേ? ഒന്ന് ആത്മവിചിന്തനം നടത്തുക. അതിനാണ് ഈ റമദാൻ, ആത്മവിചിന്തനം നടത്തുക. പിന്നീട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ പറയുകയാണ്, വശഹുറുൽ മുവാസാത്ത്, പരസ്പരമുള്ള സൗഹൃദത്തിന്റെ മാസമാണ്, അന്യോന്യം സഹായിക്കേണ്ട മാസമാണ്. അന്യോന്യം സഹായിക്കേണ്ട മാസമാണിത്. ആ ഒരു സഹായം നമ്മളിൽ ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ കുടുംബത്തിൽ എത്ര പാവങ്ങളുണ്ട്? ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ കഴിയുന്ന എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്? പുറനിറഞ്ഞു നിൽക്കുന്ന പെൺകുട്ടികൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിലുണ്ട്. നമ്മുടെ മുന്നിൽ ചോദ്യശരങ്ങളായി 25ഉം 30ഉം പ്രായമുള്ള, ഞാൻ ഓർത്തുപോയാണ്, ആലൂർ സ്വലാത്തു നൂറാനിയ നടക്കുന്നതിന്റെ പരിസരത്ത് കഴിഞ്ഞ പ്രാവശ്യം സ്വലാത്തിന് പോകുന്ന വഴിയിൽ വെച്ചുകൊണ്ട് ഒരു വീട്ടിലിറങ്ങണമെന്ന് ആവശ്യപ്പെട്ട ആ വീട്ടിലിറങ്ങിയപ്പോ ആ പിതാവ് വന്ന് വല്ലാതെ വേദനയോടെ പറഞ്ഞ രംഗം, 27 വയസ്സും 28ഉം വയസ്സുള്ള 4ഓളം പെൺകുട്ടികൾ വിവാഹപ്രായമെത്തിയിട്ടും അവരെ ജീവിതത്തിലേക്ക് വഴിതിരിച്ചു വിടാൻ കഴിയാതെ വിമ്മിപ്പെട്ടിക്കൊണ്ട് വിഷമിച്ചുകൊണ്ട് സാമ്പത്തിക പരാധീനത കൊണ്ട് വിഷമിക്കുമ്പോ ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ മുമ്പിൽ ചോദ്യശരങ്ങളായി നിൽക്കുമ്പോ അന്യോന്യം സഹായിക്കേണ്ട മാസമാണിത്, അന്യോന്യം സൗഹൃദത്തിൽ കഴിയേണ്ട മാസമാണിത്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അതുണ്ടായിട്ടുണ്ടോ? പോട്ടെ, ഭാര്യ ഭർത്താക്കളുടെ ഇടയിൽ അന്യോന്യം സഹകരണമുണ്ടോ? മാതാപിതാക്കൾ മക്കളുടെ ഇടയിൽ സഹകരണമുണ്ടോ? അയൽക്കാരുടെ ഇടയിൽ സഹകരണമുണ്ടോ? കുടുംബക്കാരുടെ ഇടയിൽ സഹകരണമുണ്ടോ? ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അടിക്കടിക്ക് ഉപദേശിച്ചു എന്ന് മാത്രമല്ല, ഈ റമളാനിൽ ജീവിത വിശുദ്ധി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക്, ലൈലത്തുൽ ഖദർ എന്ന പുണ്യമായ രാത്രി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഹബീബ് പറഞ്ഞത് കുടുംബബന്ധം ചേർക്കണമെന്നതാണ്. കുടുംബബന്ധം മുറിച്ചവന്റെ വീട്ടിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങുകയില്ല എന്ന് വരെ ഹദീസുകളിലുണ്ട്. പക്ഷേ ഈ 5 ദിവസം ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യുക. മക്കളുമായി പിണങ്ങിക്കഴിയുന്ന പിതാക്കന്മാർ, ഭാര്യയുമായി പിണങ്ങിക്കഴിയുന്ന ഭർത്താക്കന്മാർ, ഗൾഫിലായിരുന്നിട്ട് നാട്ടിലേക്ക് ആ ഭാര്യയ്ക്കും മക്കൾക്കും ചെലവിന് കൊടുക്കേണ്ടത് തന്റെ ബാധ്യതയായിരുന്നിട്ട് കൂടി ആ ബാധ്യത നിറവേറ്റാത്ത എത്ര ഭർത്താക്കന്മാർ. ദിനേനെ ഞാൻ എന്റെ വീട്ടിലുണ്ടാകുമ്പോ പല സഹോദരിമാരും വന്ന് കരഞ്ഞിട്ട് പറയുന്ന ഒരുപാട് രംഗങ്ങൾക്ക് സാക്ഷിയാകേണ്ടി വന്നിട്ടുണ്ട്. 3 മാസമായി 4-5 കുട്ടികളെ ഭക്ഷണവും വിദ്യാഭ്യാസവും ചെയ്യിപ്പിക്കാൻ വകയില്ലാതെ ഗൾഫിൽ ഹൈ സാലറി ശമ്പളം വാങ്ങുന്ന ഭർത്താവിന്റെ ആ ചെയ്തികളെക്കുറിച്ച് പൊട്ടിക്കരഞ്ഞ സഹോദരിമാരെ എനിക്കറിയാം. പക്ഷേ അത്തരണത്തിലുള്ള ആരെങ്കിലും എന്റെ ഈ ശബ്ദം ഓൺലൈനിലൂടെ കാണുന്നുണ്ടെങ്കിൽ, കേൾക്കുന്നുണ്ടെങ്കിൽ, ഈ സരസിൽ അത്തരം ആളുകളുണ്ടെങ്കിൽ, ഇത് പരസ്പരം സൗഹൃദത്തിന്റെ മാസമാണ്. ആ സൗഹൃദം പുലർത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ ഈ 5 ദിവസം കൊണ്ട്? ഒരു ആത്മവിചിന്തനം. എന്നാലേ ഇത് നോമ്പ് എന്ന് പറയാൻ പറ്റൂ. പട്ടിണി കിടക്കലല്ല. പട്ടിണി മാത്രമാണെങ്കിൽ അള്ളാന്റെ റസൂല് പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞു, എത്ര ആളുകൾ അവർക്ക് പട്ടിണി മാത്രമാ പ്രതിഫലം, വേറൊന്നുമില്ല. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നോമ്പിനെ കൊണ്ടെത്തിക്കരുത്. പോരാ, നമ്മുടെ അയൽപ്പക്ക ബന്ധങ്ങൾ എങ്ങനെയാണ്? അൽഹംദുലില്ലാ, കാസർഗോഡ് ജില്ല
ഞാൻ മനസ്സിലാക്കിയിടത്തോളം കാസർഗോഡ് ജില്ലയിലെ ഓരോ മുക്കുമൂലകളിലും പല സന്ദർഭങ്ങളിലും പ്രഭാഷണത്തിന് ഈ നീലേശ്വരത്ത് തന്നെ കഴിഞ്ഞ മാസവും അതിന് തൊട്ടു മുമ്പും ഒക്കെ വന്നിട്ടുണ്ട്. ഈ നാട്ടിന്റെ സൗഹൃദം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അയൽപ്പക്ക ബന്ധങ്ങളുടെ ഊഷ്മളമായ ആ ഒരവസ്ഥ പലപ്പോഴും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടും നല്ലൊരു സ്ഥലമാണ് ഇത്. നാട്ടിൽ നിന്നുകൊണ്ട് പറയല്ല, എന്റെ നാട്ടിൽ നിൽക്കുമ്പോഴും കാസർഗോഡുകാരെ പറ്റി ഞാൻ പറയാറുണ്ട്. ഇതൊക്കെ എന്റെ നാട്ടുകാരനായ ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. അതിന് പറ്റിയ നാട് കാസർഗോഡ്, കൂട്ടാന്റെ കാര്യമാണ് റബ്ബേ പാട്. ഇന്നത്തെ സാഹചര്യത്തെ പറ്റിയല്ല അറിഞ്ഞ, അന്നത്തെ സാഹചര്യത്തെ പറ്റി അല്ലേ? ഇന്നത്തെ സാഹചര്യത്തെ പറ്റിയല്ല പറഞ്ഞു, അന്നത്തെ സാഹചര്യം. പക്ഷെ ഇന്നും വാതിന് പറ്റിയ നാട് തന്നെയാണ്. അൽഹംദുലില്ലാഹ്. ഈ കോരിച്ചൊരിയുന്ന മഴയത്തും ജീവിത വ്യവഹാരങ്ങളുമായി ബന്ധപ്പെടുന്ന വർക്കിംഗ് ഡേയ്സിൽ പോലും എത്ര ആളുകളെ കിട്ടുക എന്നത് ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു പ്രഭാഷണം പകൽ നടക്കാറില്ല. നടക്കുന്നത് പെണ്ണുങ്ങൾക്കാ. രാവിലെ 9 തൊട്ട് 12 മണി വരെ. കാരണം അവർക്ക് ജോലി ഇല്ലാ സമയത്ത്, അവരുടെ ഡ്യൂട്ടി ഉച്ചയ്ക്ക് ശേഷം. പക്ഷെ ഈ ഇത്രയും ഒരാള് കൂടുന്നു, അതൊക്കെ നല്ല ഭാഗമാണ്. അപ്പോ സൗഹൃദത്തിന് കേളുകേട്ട നാടാണ്. എന്നാൽ വേറെ ചില ജില്ലകളിൽ, അതല്ല കണ്ണൂരും ഏകദേശം അങ്ങനെ തന്നെയാണ്. അൽഹംദുലില്ലാഹ്, പരസ്പരം സൗഹൃദം വെച്ച് പുലർത്തുന്ന ഒരു ശൈലിയുണ്ട്. എന്നാൽ തെക്കൻ കേരളത്തിൽ ചില സ്ഥലങ്ങളിൽ, എല്ലാ ഭാഗത്തുമല്ല, അയൽപ്പക്ക ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാത്ത ചില സ്ഥലങ്ങളുണ്ട്. എല്ലാ സ്ഥലവും അല്ല, ചില സ്ഥലങ്ങൾ. അവിടെയൊക്കെ അപേക്ഷിച്ച് ആപേക്ഷികമായി അയൽപ്പക്ക ബന്ധങ്ങൾക്ക് പ്രാധാന്യം കുറച്ച് കൂടുതൽ കൊടുക്കുന്ന സ്ഥലമാണെന്ന് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള ആ യാത്രക്കിടക്ക് മനസ്സിലാക്കിയതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോ എന്തുകൊണ്ടും പരസ്പര സൗഹൃദത്തിന്റെ ഒരു മാസമാണിത്. ആ നിലയ്ക്കൊരു സൗഹൃദം, അയൽപ്പക്കക്കാരോടൊരു സൗഹൃദം. അത് മുസ്ലിമാണെങ്കിലും അമുസ്ലിമാണെങ്കിലും അവനെ വേദനിപ്പിക്കുന്ന വർത്താനം പറഞ്ഞാൽ ആ സൗഹൃദത്തിന് കോട്ടം വരും. ഇസ്ലാം അനുവദിക്കുന്നില്ല. അപ്പൊ ആ സൗഹൃദം ഈ 5 ദിവസം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം സംക്ഷീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഒരാത്മവിചിന്തനം. എന്നിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ പറയാണ്, وشهر يزاد فيه رزق المؤمنين. മുഅ്മിനിന്റെ ഭക്ഷണത്തിൽ വിശാലത നൽകുന്ന, ആധിക്യം നൽകുന്ന മാസമാണ്. അല്ലേ? ബറക്കത്ത് അല്ലാഹു കൂടുതൽ നൽകി. ആർക്കെങ്കിലും എന്തെങ്കിലും, ഞാൻ ചോദിക്കട്ടെ, പള്ളിയിൽ പോയ ഭക്ഷണം, വീട്ടിൽ വന്ന ഭക്ഷണം, എവിടെ ചെന്നാൽ ഒരു ദിനത്തിലും ദാരിദ്ര്യമില്ല, സുഭിക്ഷമായി. ഏതെങ്കിലും ഒരാൾ റമളാൻ വന്നിട്ട് ഒന്നും കഴിക്കാതെ ഒരു നിമിഷം പോലും പട്ടിണി കിടന്നു എന്ന് പറയാൻ ആർക്കെങ്കിലും കഴിയും? നോമ്പ് തുറക്കാൻ ഇന്നലെ ഒന്നുമില്ലായിരുന്നു, എന്റെ വീട്ടിലൊന്നുമില്ലായിരുന്നു എന്ന് പറയാൻ കേരളത്തിൽ ഒരാൾക്കും കഴിയില്ല. കഴിയും? പള്ളിയിൽ ചെന്നാൽ, അവിടെ പള്ളിയിൽ ചെന്നാൽ ഒരു പക്ഷേ വീട്ടിലെക്കാളും വിഭവങ്ങളാണ്. ഇവിടുത്തെ സാഹചര്യം പള്ളിയിൽ എനിക്കറിയില്ല. പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ ഇവിടെ ഉണ്ട്, വിശാലമായിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ചെന്നാൽ ചിലപ്പോൾ ബിരിയാണി വരെ ഉണ്ടാവും. മാത്രമല്ല ഏതെല്ലാം ഭക്ഷണങ്ങളുണ്ടോ അതെല്ലാം ഉണ്ടാവും. അപ്പൊ പള്ളി ചെന്ന ഭക്ഷണം, ഇനി ഇടയത്താഴത്തിന് എന്നാ അപ്പോഴും ഭക്ഷണം, തറാവീഹിന് ശേഷം അപ്പോഴും ഭക്ഷണം. തറാവീഹിന് ഞങ്ങളവിടെയൊക്കെ മൗലിദ് തോന്നുന്ന ഒരു പരിപാടിയുണ്ട്. മഗ്‌രിബ് കഴിഞ്ഞ് ഇശാ കഴിഞ്ഞാൽ, ഇശാ ബാങ്ക് കേട്ട ഉടനെ മങ്കൂസ് മൗലിദ്. അത് റബീഉൽ അവ്വൽ പോലെ എല്ലാ പള്ളികളിലും ഉണ്ടാവും. അത് കഴിഞ്ഞ് തറാവീഹിന് ശേഷം വിത്രിയ ചെല്ലുന്ന ചില സ്ഥലങ്ങളുണ്ട്. അത് കഴിഞ്ഞാൽ ഉജീനാണ്. കാരണം വിത്രിയയുടെ ഉജീന. ഇങ്ങനെ എല്ലാ സ്ഥലത്തും നമ്മുടെ ഇവിടെ അങ്ങനെ വിശാലമായ ഭക്ഷണങ്ങൾ. അപ്പൊ റഹ്മത്ത് ഏറ്റവും കൂടുതൽ ഭക്ഷണത്തിലുള്ള വർധനവ് മുഅ്മിനായ മനുഷ്യനിക്ക് അല്ലാഹു നൽകുന്ന മാസമാണ്. എന്നിട്ട് ഹബീബ് പറയാണ്, മൻ ഫത്തറ ഫീഹി സൈമൻ കാന മഗ്ഫിറതൻ ലിദുനൂബിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്ത് കൊടുക്കുകയാണ്. ആർക്ക്? മൻ ഫത്തറ ഫീഹി സൈമ. ആ റമളാൻ മാസത്തിൽ ഒരു നോമ്പുകാരന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതാ നോമ്പ് തുറക്കാനുള്ള ഒരു അവസരം, ഒരു നോമ്പുകാരനെ നോമ്പ് മുറിക്കാൻ ഒരു അവസരം അവനിക്ക് അല്ലാഹു ഒരു നോമ്പുകാരനെ മുറിപ്പിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാന മഗ്ഫിറതൻ ലിദുനൂബിഹി. ആ നോമ്പുകാരനെ മുറിപ്പിച്ചതിന് ഫലമായി അവന്റെ പാവങ്ങൾക്ക് അല്ലാഹു
പുറത്തു കൊടുക്കുന്നുണ്ട്. പാവങ്ങളെ അള്ളാഹു പുറത്തു കൊടുക്കുന്നു. ഇപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു വിഷയമുണ്ട്, അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ചില സ്ഥലങ്ങളിലൊക്കെ സമൂഹ ഇഫ്താർ സംഘടിപ്പിക്കുന്നു. ആ സമൂഹ ഇഫ്താർ എന്ന ലേബലിൽ നോമ്പുകാരായ ആളുകളെയാണ് മുറിപ്പിക്കേണ്ടത്. ഉള്ളതിനെയല്ലേ മുറിപ്പിക്കേണ്ടത്? ഇല്ലാത്ത ആളുകളെ എങ്ങനെ നോമ്പുറുക്കാം? നോമ്പില്ലാത്ത ഒരാളെ കൊണ്ടുവന്നിട്ട് മഗ്‌രിബിന് ബാങ്ക് കേൾക്കാൻ കാത്തിരിക്കുക, എന്താ സമയം, എന്നാ നോമ്പ് മുറിച്ചോളി. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ആ ഒരു ഇബാദത്തിനെ പരിഹസിക്കുന്ന തരത്തിൽ നോമ്പുള്ളവരെയും ഇല്ലാത്തവരെയും ഒരുമിച്ച് കൂട്ടി ഒരു സമൂഹ നോമ്പ് തുറ ചില സ്ഥലങ്ങളിൽ ഞങ്ങൾ അവിടെയൊക്കെ കണ്ടുവരുന്നുണ്ട്. ഇവിടെ എങ്ങനെയെന്ന് എനിക്കറിയില്ല. ശരിക്കു പറഞ്ഞാൽ ആ നോമ്പിനെയും ഈ മഹത്തായ ആരാധനാകർമ്മത്തെയും പരിഹസിക്കുന്നതിന് തുല്യമാണ്. നോമ്പുള്ളവരെയാണ് മുറിപ്പിക്കേണ്ടത്. ബാക്കി എന്ത് സൗഹൃദം ആയിക്കോ, പക്ഷെ നോമ്പില്ലാത്തവനെ മുറിപ്പിച്ചുകൊണ്ടൊരു സമൂഹ സൗഹൃദ നോമ്പ് തുറ അത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഹബീബ് പറയാണ്, മൻ ഫത്തറ ഫീഹി സായിമൻ കാന മഗ്ഫിറത്തൽ ലിദുനൂബിഹി. ഒരു നോമ്പുകാരനെ ഒരാൾ നോമ്പ് തുറപ്പിച്ചാൽ അവനിക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുന്നതാണ്. വ ഇത്ഖ റഖബതിഹി മിനന്നാർ. നരകത്തിൽ നിന്ന് അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്ഖ് ചെയ്യുന്നതാണ്. നരകത്തിൽ നിന്നൊരു മോചനം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകുന്നു. وكان له مثل أجره من غير أن ينتقل من أجره شيء. നോമ്പുകാരനെ ഒരാൾ മുറിപ്പിച്ചാൽ ആ മുറിപ്പിച്ച ആളിന് നോമ്പുകാരന് കൊടുക്കുന്ന പോലത്തെ പ്രതിഫലം ആ നോമ്പുകാരന് ഒട്ടും ചുരുങ്ങാതെ അവന് കൊടുക്കുന്ന പ്രതിഫലം ഇവനും അല്ലാഹു നൽകുന്നു എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇപ്പൊ വലിയ പുണ്യമുള്ള ഒരു അമല്. അതിലൂടെ അള്ളാഹു ലക്ഷ്യം വെച്ചെന്താ? അവിടെ ഒരു സൗഹൃദമാണ്. കുടുംബക്കാരെ വിളിക്കുക, അയൽക്കാരെ വിളിക്കുക, ഇല്ലാത്ത പാവങ്ങളെ വിളിക്കുക. ഇങ്ങനെ അവിടെയും എന്താണ് ഒരു സമൂഹ നോമ്പ് തുറ, നോമ്പുള്ളവരെ വിളിച്ചുകൊണ്ടൊരു സൗഹൃദം. അവിടെ ഈ സൗഹൃദത്തിനാണ് ഇസ്ലാം പ്രാധാന്യം കൊടുക്കുന്നത്. മാത്രമല്ല ആ സമയത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളോട് സഹാബികൾ ചോദിക്കുകയാണ്, ഖാലൂ ലൈസ കുല്ലുനാ നജ്മു മാ യുഫത്തിറു സ്സായിമാ. നബിയേ, ഞങ്ങൾക്ക് എല്ലാവർക്കും നോമ്പ് ഉറപ്പിക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. ചിലർക്ക് അതിന്റെ സാമ്പത്തികം ഉണ്ടാവും, ചിലർക്ക് അത്ര സാമ്പത്തികം ഉണ്ടാവില്ല. അപ്പൊ ഞങ്ങൾക്കും വേണ്ടേ റസൂലെ പ്രതിഫലം? കഴിയാത്ത ഞങ്ങൾ എന്തു ചെയ്യും? ഉടനെ ഹബീബ് പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, യുഅ്തില്ലാഹു ഹാദാ സവാബ മൻ ഫത്തറ സായിമൻ അലാ തംറ. ഒരു കാരക്ക കൊണ്ടെങ്കിലും, അതിപ്പോ ആർക്കാ കഴിയാത്ത? ഒരാളെ വിളിക്കുക, ഒരു കാരക്ക. ആ കാരക്ക കൊണ്ടെങ്കിലും നോമ്പ് തുറപ്പിച്ചാൽ അവനിക്ക് പറയുന്ന പ്രതിഫലം അല്ലാഹു നൽകുന്നതാണ്. ഔ ശർബത്തിമാ, അല്ലെങ്കിൽ ഒരിറക്ക് വെള്ളം. അതിപ്പോ ആർക്കാ കയ്യിലില്ലാത്ത? വീട്ടിലെ കിണറ്റിൽ നിന്ന് ഒരു കൊടുക്കാം. എന്നാലും ആ ഒരു സൗഹൃദം, പരസ്പരമുള്ള ഇണക്കം, പരസ്പരമുള്ള ബന്ധങ്ങൾ, അതാണ് ഇതിലൂടെയൊക്കെ ലക്ഷ്യം വെക്കുന്നത്. പോരാ, ഔ മദ്ഖത്തി ലബനിൻ, അല്ലെങ്കിൽ ഒരിറക്ക് പാല്, ഒരു കവൾ പാല് അവനിക്ക് കൊടുക്കാം. ഇതൊക്കെ കൊണ്ട് നോമ്പ് തുറപ്പിക്കാം, അതിനുള്ള പ്രതിഫലമുണ്ട്. എന്നിട്ട് ഹബീബ് പറയാണ്, വഹുവ ശഹ്റുൻ, അതൊരു മാസമാണ്. അവ്വലുഹു റഹ്മാ, അതിന്റെ തുടക്കം റഹ്മത്താണ്. വഔസതുഹു മഗ്ഫിറ, അതിന്റെ മധ്യം മഗ്ഫിറത്താണ്. വആഖിറുഹു തുഖും മിനന്നാർ, ആദ്യത്തെ 10 റഹ്മത്താണെങ്കിൽ, രണ്ടാമത്തെ 10 മഗ്ഫിറത്താണെങ്കിൽ, അവസാനത്തെ 10 തുഖും മിനന്നാർ, നരകത്തിൽ നിന്നുള്ള മോചനമാണ് അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ ഔദാര്യം. സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്. അപ്പൊ നരകത്തിൽ നിന്ന് മോചനം കിട്ടാനൊരു അവസരം. ചെയ്തു പോയ പാവങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട്, പശ്ചാത്തപിച്ചുകൊണ്ട് അല്ലാഹുവിനോട് ക്ഷമാപണം നടത്തി. എത്ര കൊടിയ കാടത്തമാണ് ഞാനും നിങ്ങളും ചെയ്തു കൂട്ടിയത്.
നിങ്ങൾ എന്ത് ചോക്ക്? അള്ള ചെയ്തു തന്ന അനുഗ്രഹം മനസ്സിലാക്കാൻ, അള്ളാന്റെ കരുണ മനസ്സിലാക്കാൻ. ഞാനൊരു സ്ഥാപനം നടത്തുന്നു. എന്റെ സ്ഥാപനത്തിൽ 10 സ്റ്റാഫുകളുണ്ട്. ആ 10 സ്റ്റാഫുകൾക്കും ഞാനൊരു നിർണിത ടൈം നിശ്ചയിച്ചിട്ടുണ്ട്. രാവിലെ 9 to വൈകുന്നേരം 8 മണി. ഈ ടൈമിൽ കറക്റ്റ് എന്റെ സ്ഥാപനത്തിൽ അറ്റൻഡ് ചെയ്തു കൊള്ളണം. സ്ഥാപനത്തിന്റെ നിയമമാണ്. അതിലൊരു തൊഴിലാളി രാവിലെ 9:00 വന്നു. ആദ്യത്തെ ദിവസം എന്തേ താമസിച്ചത്? പിന്നെ ഇനി മേലിത് ആവർത്തിക്കൊരു വാണിങ്ങായി. രണ്ടാമത്തെ ദിവസം 9:45. എന്തേ? ഭാര്യ പ്രഗ്നന്റ്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകൊണ്ട് താമസിച്ചു. ഇന്നലെ നീ വേറെ കാരണം പറഞ്ഞു, ഇന്ന് നീ വേറെ കാരണം, കുറച്ചും കൂടെ ഒരു പരുക്കൻ ശൈലി. അവസാനം ഒന്നുകൂടെ വാണിങ്ങി. മൂന്നാമത്തെ ദിവസം 11 മണിക്ക് എന്തേ? മകൻ വീണ് ആശുപത്രി കൊണ്ടുപോയി. അപ്പോഴും കുറെ കൂടി ദാർഢ്യത്തോടെ ഇനിമേലിൽ നിന്റെ സേവനം ഇവിടെ ആവശ്യമില്ല. മൂന്നാമത്തെ പ്രാവശ്യം ഗെറ്റ് ഔട്ട്, കടയ്ക്ക് പുറത്താണ്. 3 തെറ്റ് ചെയ്തതിന് വലിയ തെറ്റല്ല. അവൻ ഒരു ദിവസം ലീവ് എടുത്തതല്ല, വന്ന ടൈമിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ടായി. അതിന്റെ പേരിൽ 3ാമത്തെ തവണ പുറത്താക്കിയ മനുഷ്യ. അങ്ങനെയുള്ള ഒരു സ്വഭാവക്കാരാണ് ഞാനും നിങ്ങളൊക്കെ. എന്നെ നിങ്ങളുടെയൊക്കെ കടയിൽ ആരെങ്കിലൊക്കെ താമസിച്ചു വന്നാൽ, പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാം ഇൻഷാ അല്ലാഹ് ബക്കറ്റ് വരുകൊണ്ട് ഇതിന്റെ ഇടയ്ക്കൊക്കെ സഹായിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ആ ഒരു 3 തവണ നമ്മളിൽ നിന്ന് നമ്മുടെ തൊഴിലാളിയിൽ നിന്ന് സംഭവിച്ചു പോയ ആ ഒരു കുറ്റത്തെ പൊറുക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അതിന്റെ പേരിൽ 4ാം തവണ അവൻ എന്റെ പടിക്ക് പുറത്താണ്. എന്നാലോ ഇന്നത്തെ ഈ ഒരു ദിവസം പോകട്ടെ, 60 വയസ്സ് അള്ളാഹു എനിക്ക് നൽകിയെന്ന് വെക്കാം, അല്ലെങ്കിൽ നിങ്ങളിൽ ഒരാൾക്ക് നൽകിയെന്ന് വെക്കാം, അല്ലെങ്കിൽ 40 വയസ്സ് എനിക്കുണ്ടെന്ന് വെക്കാം, അല്ലെങ്കിൽ നിങ്ങളിൽ 60 വയസ്സോ 40 വയസ്സോ 30 വയസ്സോ ഉള്ളവരുണ്ട്. ഇതിൽ 15 ദിവസം നമ്മൾ കഴിച്ചു കടത്താം. 15 കൊല്ലം. അതിനുശേഷം 15 കൊല്ലത്തിന് ശേഷമുള്ള 45 കൊല്ലം സ്വബോധമുള്ള, തിരിച്ചറിയാനും എല്ലാവരും ഇൻഷാ അല്ലാഹ് കാര്യമായി സഹായിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാൻ വളരെയേറെ ശ്രേഷ്ഠതയുള്ള മാസത്തിൽ കൊടുക്കുന്നത് എന്തിനും ഇരട്ടി പ്രതിഫലമാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ 45 കൊല്ലം കൊണ്ട് അള്ളാഹുവിനോട് ഒരു ദിവസം പോലും ഒഴിവാകാതെ തെറ്റ് ചെയ്യുന്ന ഈ മുതലാളിയാണ് അവന്റെ തൊഴിലാളിയോടൊരു 3 തെറ്റിന്റെ പേരിൽ അവനെ പുറത്താക്കിയത്. എങ്ങനെ? 60 വയസ്സുള്ള ഒരു മുതലാളി, 15 കൊല്ലം അവന്റെ ബാല്യകാലമാണ്. ആ ബാല്യകാലം ഒഴിവാക്ക്. അതിനുശേഷമുള്ള പക്വത കൈവരിച്ച ആ 45 കൊല്ലത്തിന്റെ ഇടയ്ക്ക് തെറ്റുകളുടെ ഒരു ഭീമാകാരം പോലെ ഒരു വലിയ കൂനയായി നടക്കുന്ന ഈ മനുഷ്യനാണ് നിസ്സാരം 3 തെറ്റിന്റെ മേൽ തന്റെ സ്റ്റാഫിനെ പുറത്താക്കിയത്. എന്നാലോ യജമാനനായ അള്ളാഹു ഇവനെ എപ്പോഴേ പുറത്താക്കണമായിരുന്നു. അപ്പൊ 3 തെറ്റ് ക്ഷമിക്കാൻ കഴിയാത്ത ഞാൻ എന്റെ സ്റ്റാഫിനെ പുറത്താക്കുമ്പോ കോടിക്കണക്കിന് തെറ്റുകളുടെ കൂമ്പാരമായി മാറി എന്നെ അള്ളാഹ് എത്രത്തോളം ശിക്ഷിക്കണമായിരുന്നു. പക്ഷെ അള്ളാഹ് ശിക്ഷിച്ചോ? ഇല്ല. എന്നിട്ട് അള്ളാഹു വിളിക്കുകയാണ്, നിങ്ങൾ വരണേ ഇലാ മഗ്ഫിറ, അള്ളാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ വരണം. അള്ളാഹ് ഇങ്ങനെ ക്ഷണിക്കുകയാണ്. നമ്മളെ 3 തവണ തെറ്റ് ചെയ്ത മുതലാളി പോയി. പാവം എന്റെ ഉമ്മ വന്നിട്ട്, എന്റെ അല്ലെങ്കിൽ പ്രിയപ്പെട്ട ആചാര്യേ, എന്റെ ജീവിതത്തിന്റെ ദൈനംദിനം കൊണ്ടു നടക്കുന്ന ഏക മകനാണ്, ഒന്ന് തിരിച്ചെടുക്കണേ. ചിലർ ഒരു പക്ഷെ ആ കരച്ചിലിന്റെ മുമ്പിൽ വശംവദരാകാം. ഇനി വശംവദരായാൽ തന്നെ തിരിച്ചെടുക്കുമ്പോ കർശനമായ തീരുമാനത്തോടു കൂടി ആയിരിക്കും എടുക്കുക, അല്ലെങ്കിൽ എന്നേക്കുമായി ഒഴിവായി. ഇതാണ് നമ്മുടെ അവസ്ഥയെങ്കിൽ യജമാനനായ അള്ളാഹുവിന്റെ കരുണ എത്രേ, ചെയ്ത തെറ്റുകൾ എത്രേ, വരുത്തിക്കൂട്ടിയ വിനകൾ എത്രേ, നഷ്ടപ്പെടുത്തിയ നിസ്കാരത്തിന്റെ കണക്കുകൾ എത്രേ, നഷ്ടപ്പെട്ടു പോയ നോമ്പുകളുടെ കണക്കെത്രേ, കൊടുക്കേണ്ട സക്കാത്തുകൾ കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കാതെ പിടിച്ചു വെച്ചതിന്റെ കണക്കെത്രേ.
45 കൊല്ലത്തെ കണക്കെടുത്താൽ അല്ലാഹ് ഒരു മിനിറ്റ് പോലും ക്ഷമിക്കരുത്. പക്ഷേ എന്നിട്ടും അല്ലാഹു പറയാണ് നിങ്ങളുടെ റബ്ബിന്റെ മഗ്ഫിറത്തിലേക്ക് കടന്നു വരണേ, കടന്നു വരണേ. ഇൻഷാ അല്ലാഹ് സമയമുണ്ടെങ്കിൽ ആ ഭാഗം നമുക്ക് കടക്കാം. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് മഗ്ഫിറത്തിന്റെ 10 അല്ലാഹു നമുക്ക് നൽകി എന്തിനാണ്? ചെയ്തു പോയ തെറ്റുകളിൽ നിന്ന് പശ്ചാത്തപിക്കാനാണ്. ആ 10 ഉപയോഗപ്പെടുത്തണം. പോരാ, ആദ്യത്തെ 10 റഹ്മത്തിന്റെ 10 ആ റഹ്മത്ത് കൊണ്ടാണ് നമ്മുടെ ജീവിതം മുഴുവനും എല്ലാ നിലയിലും പ്രിയമുള്ളവരെ ആ ഒരു 10 ദിവസത്തിൽ നിന്ന് നാം നേടിയെടുക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ A മുതൽ Z വരെയുള്ള സകലമാന വിഷയങ്ങളിലും ആ റഹ്മത്താണ് നിലച്ചു നിൽക്കേണ്ടത്. അതിനെയാണ് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നത്. അതിനുശേഷമുള്ളൊരു 10 അത് നമ്മുടെ പാരത്രിക ജീവിതത്തിന്റെ വിജയത്തിന് അതൊരു പ്രധാന ഘടകമാണ്. ആ പ്രധാന ഘടകമായ ആ മഗ്ഫിറത്തിന്റെ 10 ഉപയോഗപ്പെടുത്തുമ്പോഴാണ് അവസാനത്തെ 10 ഇത്ഖും മിനന്നാർ നരകത്തിൽ നിന്നുള്ള മോചനത്തിന്റെ 10 മാറുന്നത്. എന്നിട്ട് ഹബീബ് പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, വസ്തഗ്ഫിറൂ ഫീഹി മിൻ 4 ഖിസാൽ അതിൽ 4 കാര്യങ്ങളെ നിങ്ങൾ ധാരാളമായി അധികരിപ്പിച്ചുകൊള്ളുക. 4 കാര്യങ്ങൾ നിങ്ങൾ ചെയ്തോളുക. ഖസ്ലതൈൻ 2 കാര്യങ്ങൾ തുർലൂന ബിഹിമാ ആ 2 കാര്യങ്ങളെ കൊണ്ടും തൃപ്തിപ്പെടുന്നതാണ് റബ്ബുക്കും നിങ്ങളുടെ റബ്ബ്. നിങ്ങളുടെ റബ്ബ് തൃപ്തിപ്പെടും ആ 4ൽ 2 കാര്യം. അത് നിങ്ങളുടെ റബ്ബിന് വല്ലാത്ത ഇഷ്ടമാണ്. ഏതാണ് ആ 2 കാര്യം? ഹബീബ് പറയാണ്, ഫശഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ തൗഹീദിന്റെ അചഞ്ചലമായ നിഷ്കളങ്കമായ നിസ്വാർത്ഥമായ ആ സമർപ്പണത്തോടുകൂടെയുള്ള ആ ഒരു ജീവിതം. പോരാ, വതസ്തഗ്ഫിറൂനഹു അല്ലാഹുവിനോടുള്ള പശ്ചാത്താപം. ഇതെല്ലാം അല്ലാഹുക്ക് ഇഷ്ടമാണ്. നിങ്ങൾ എത്ര തെറ്റ് ചെയ്താലും അല്ലാഹുവിനോട്, പടച്ചവനെ ഇനി ഞാൻ തെറ്റ് ചെയ്യില്ല, തെറ്റ് ചെയ്തതിന്റെ പേരിൽ ഖേദിക്കുകയാണ്, പശ്ചാത്തപിക്കുകയാണ്, വന്നതിൽ വീഴ്ച സംഭവിച്ചു, ക്ഷമിക്കണേ എന്ന് അല്ലാഹുവിനോട് പറഞ്ഞാൽ ഇതുപോലെ അല്ലാഹുക്ക് സംതൃപ്തി നൽകുന്ന വേറൊന്നുമില്ല. ചിന്തിച്ചു. ഇത്രയും കരുണയുടെ അരുണാവർഷമായ അള്ളാഹുവിന്റെ കരുണ ആർക്കെങ്കിലും അളക്കാൻ സാധിക്കും? രണ്ടാമത്തെ പ്രത്യേകത ഹബീബ് പറയാണ്, വഅമ്മല്ലതാനി ലാ ഗിന ബികും അൻഹുമാ. രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത 2 കാര്യമാണ്. എന്താണ് ആ 2 കാര്യം ഒഴിച്ചുകൂടാൻ പറ്റാത്തത്? ഫതസ്അലൂന അല്ലാഹ അല്ലാഹുവിനോട് നിങ്ങൾ ചോദിക്കണം, അൽ ജന്ന സ്വർഗ്ഗത്തെ അല്ലാഹുവിനോട് നിങ്ങൾ ചോദിക്കണം. സ്വർഗം ഒഴിച്ചുകൂടാൻ പറ്റില്ല. ആർക്കെങ്കിലും സ്വർഗം ഇല്ലാതെ നിൽക്കാൻ പറ്റുമോ? പറ്റില്ല. അത് ആവശ്യമാണ്, ഏറ്റവും അനുപേക്ഷണീയമാണ്, ഒഴിവാക്കാൻ കഴിയില്ല. വതുഅവ്വിദൂന ബിഹി മിനന്നാർ അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, വതുഅവ്വിദൂനഹു മിനന്നാർ നരകത്തിൽ നിന്ന് നിങ്ങൾ കാവൽ ചോദിച്ചു. ആ 2 നിങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റൂല. നരകത്തിൽ പോയി കിടക്കാൻ കഴിയുമോ? കഴിയില്ല. സ്വർഗത്തിൽ കിടക്കാതിരിക്കാനും കഴിയില്ല. 2 ആവശ്യമാണ്. അതുകൊണ്ടാണ് അല്ലാഹുമ്മ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് 2 കാര്യമായി. അല്ലാഹുവിന് ഇഷ്ടമുള്ള 2 കാര്യം. വഅസ്അലുകൽ ജന്ന വഅഊദു ബിക മിനന്നാർ. റമളാനിൽ നിസ്കാരത്തിന് പിറകിലും അല്ലാതെയും ധാരാളമായി പ്രാർത്ഥന നിരതമായ മനസ്സോടെ അല്ലാഹുവിനോട് ചോദിക്കേണ്ടതാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ.
4 കാര്യങ്ങൾ ഹദീസിൽ പറഞ്ഞ അതാണ് നമ്മുടെ പള്ളികളിൽ പ്രിയമുള്ളവരെ നാം പ്രാർത്ഥനാ മനസ്സോടെ നാം അള്ളാഹുവിനോട് ചോദിക്കുന്നത്. 2 കാര്യം അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള, 2 കാര്യം നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത. എന്നിട്ട് ഹബീബ് പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, വമൻ അസ്ബഹ ഫീ സായിമൻ സഖാഹു അല്ലാഹു മിൻ ഹൗലി ശർബാ. ആരെങ്കിലും ഒരാൾ ഒരു നോമ്പുകാരനെ അവന്റെ പട്ടിണി അകറ്റിയാൽ, അവന്റെ വിശപ്പടക്കി കൊടുത്താൽ, അല്ലാഹു തആല എന്റെ ഹൗദിൽ നിന്ന് അവനെ കുടിപ്പിക്കും. ലാ യളുമഉ ഹത്താ യദ്ഖുലൽ ജന്ന. സ്വർഗ്ഗത്തിൽ കടക്കുന്നത് വരെ അവൻ പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ആ വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ടായിരുന്നുവെങ്കിലും ആ ഭാഗമൊക്കെ ചുരുക്കി ഞാൻ എന്റെ ഈ ഇന്നത്തെ ദിവസത്തിന്റെ പരിസമാപ്തിയിലേക്ക് പോയ. അപ്പൊ നാം പറഞ്ഞു നോമ്പ് ഭക്ഷണപാനീയങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം, അതിന് നോമ്പ്. അതോടൊപ്പം നമ്മുടെ കണ്ണിന് നോമ്പുണ്ടാകണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ അവിടുന്ന് വളരെ ഗൗരവപൂർവ്വം നമ്മോട് പറഞ്ഞതാണ്. എന്താണ്? കണ്ണിന് നാം സൂക്ഷിക്കണം. ഹബീബ് പറയാണ്, അന്നദറതു സഹമും മസ്മൂമും മിൻ സിഹാമി ഇബ്ലീസ്. ഇബ്ലീസിന്റെ ആവനാഴിയിൽ ഉള്ള ഒരു അമ്പ്, ആ അമ്പ് പോലെയാണ് കണ്ണ്. വിഷത്താൽ ഊറ്റപ്പെട്ട ആവനാഴിയിലെ അമ്പ് പോലെയാണ് കണ്ണിന്റെ നോട്ടം. ഇസ്ലാം പറയുമ്പോ പ്രിയമുള്ളവരെ, ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ 5 ദിവസം കൊണ്ട് എന്റെ കണ്ണിന് നോമുണ്ടായിരുന്നു? മാർക്കിടുക. ഭക്ഷണപാനീയങ്ങളിൽ നിന്ന് വിട്ടുനിന്നു എന്ന് പറഞ്ഞു റമളാൻ തുടങ്ങിയ മുതൽ. ഓക്കെ, അത് ഓക്കെ ആയി, ശരി ഇട്ടു. ഇനി റസൂലുള്ളാഹി പറഞ്ഞത് രണ്ടാമത്തത് കണ്ണിനാണ് നിങ്ങളുടെ നോമുണ്ടാകേണ്ടത്. കണ്ണിന് എത്ര പേർക്ക് നോമുണ്ടായി? ആത്മവിചിന്തനത്തിന്റെ മാസമാണ്. ഒന്ന് ആത്മവിചിന്തനം. ഈ 5 ദിവസം കൊണ്ട് കാണാൻ പറ്റാത്ത എത്ര ഹറാമുകളൊക്കെ ഉണ്ട്. കോളേജിൽ പോയതുകൊണ്ട് ഫ്രണ്ട്സിനെ പെൺകുട്ടിക്ക് കാണാമെന്ന് ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ആൺകുട്ടിയെ കാണാമെന്ന്, പെൺകുട്ടിയെ കാണാമെന്ന് ആൺകുട്ടികൾക്ക് ഇസ്ലാം അനുവദിച്ചിട്ടില്ല. കൈ പിടിക്കാന്ന് ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്? ഇല്ല. ഫ്രണ്ട്സ് ആണ്, അത് വേറെ മേഖല. ആണാണ്, പെണ്ണാണ്, അതിൽ യാതൊരുവിധ ബന്ധവുമില്ല. അവിടെ കൂടെ പഠിക്കുന്നു എന്നോ അല്ലെങ്കിൽ എന്റെ കൂടപ്പിറപ്പാണെന്ന് പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. സഹപാഠിയാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പൊ ആ നിലക്ക് കണ്ണിനെ സൂക്ഷിക്കാൻ ഞാനടക്കം നിങ്ങളടക്കം എത്ര പേർക്ക് സാധിച്ചിട്ടുണ്ട്? അപ്പോ നമ്മുടെ ഈ 5 ദിവസത്തെ നോമ്പ് അതിന്റെ പരിപൂർണതയിലെത്തിയോ ഇല്ലയോ എന്ന ആത്മവിചിന്തനം നടത്തുമ്പോ എന്റെ കണ്ണിന്റെ നോമ്പായിരുന്നു ഈ 5 ദിവസം എന്ന് ശരിയിടാൻ എത്ര ആളുകൾക്ക് സാധിക്കും? എന്നാൽ കണ്ണുകൊണ്ട് ഹറാമായത് ഒന്നിനെയും ഞാൻ മനഃപൂർവ്വം കണ്ടിട്ടില്ല. ആദ്യത്തെ ഒരു നോട്ടം, പിന്നീട് രണ്ടാമത് നോക്കുമ്പോഴാണ് അലി റളിയല്ലാഹു അലി ആദ്യത്തെ ഒരു നോട്ടം നിനക്കുള്ള, രണ്ടാമത്തെ നോട്ടം അവനോട് തുടർന്ന് വന്നാൽ അത് നിനക്ക് പാടില്ലാത്തതാണ്. പെട്ടെന്നൊരു പെണ്ണിനെ കണ്ടു, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഒരു കാഴ്ച കണ്ടു, പെട്ടെന്ന് കണ്ണ് മാറ്റുക, അതാണ് കണ്ണ് ഡിമ്മയ്യ എന്ന് പറയുക. അപ്പൊ ആ ഇനത്തിൽ സൂക്ഷിക്കാൻ പറഞ്ഞ ആ നോട്ടങ്ങളെ സൂക്ഷിച്ചു എന്ന് പറയാൻ മാത്രം എത്ര പേർക്ക് സാധിച്ചിട്ടുണ്ട്? അങ്ങനെ ഉണ്ടെങ്കിൽ കണ്ണിന് നോമ്പായി, നമുക്ക് ശരിയിടാം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ എന്നിട്ട് പറഞ്ഞ ഒരു ഹദീസ് കൂടി ഞാൻ ഇതിനോട് ചേർത്ത് വായിക്കാൻ നിങ്ങളോട് ആഗ്രഹിക്കാം. അത് ഈ നോമ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഒന്ന്, ഹബീബ് പറയാണ്, അലുമനൂലി സിത്തം മിൻ അൻഫുസികും അലുമല്ലകും അൽ ജന്ന. 6 കാര്യം കൊണ്ട് നിങ്ങൾ എനിക്ക് ജാമ്യം നിന്നാൽ, 6 കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ എനിക്ക് ജാമ്യം നിന്നാൽ നിങ്ങൾക്ക് സ്വർഗം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ജാമ്യം നിൽക്കാമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ 6 കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കുവോ? ഹബീബ് ചോദിക്കുകയാണ്. എന്നാൽ നിങ്ങൾക്ക് സ്വർഗം തരാമെന്നതുകൊണ്ട് ഞാൻ ജാമ്യം നിൽക്കാം. ഒന്ന്, ഹബീബ് പറയാണ്, നിങ്ങൾ സംസാരിച്ചാലേ സത്യം പറയാം. ഇപ്പോ കളവ് കൂടുതൽ വരാൻ സാധ്യതയുള്ള ടൈം എങ്ങനെയെന്നറിയോ? വീട്ടില് വാപ്പ ഉണ്ടാവും, അപ്പോൾ തൊട്ടപ്പുറത്തെ സ്ഥാപനത്തിലെ ഉസ്താദും കുട്ടികളും
ഒരു വണ്ടിയിൽ വന്നിറങ്ങി. അപ്പൊ മോനെ വിളിച്ചിട്ട്, മോനെ വാപ്പ ഇല്ലെന്നങ്ങ് പറഞ്ഞേക്കാം. അപ്പൊ ഉടനെ കുട്ടിക്ക് വാപ്പല്ലേ ഇവിടെ ഉള്ളത്, നീ അങ്ങനെ അങ്ങ് പറഞ്ഞേക്ക്. എന്തിനാണ്? ആ സ്ഥാപനത്തിലേക്ക് വരുമ്പോ എന്തെങ്കിലും പൈസ കൊടുക്കേണ്ടി വരും, ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി, ഇല്ലാത്ത കടം വാങ്ങി കൊടുക്കണ്ടല്ലോ. ഇല്ലെങ്കിൽ ഒരു നല്ല വാക്ക് അതുപോലും സദഖയാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ അതിൽ പോലും കളവ് വരും. അപ്പൊ സംസാരിച്ചാൽ സത്യം നിങ്ങൾ പറ. വലൗ കാന മുറ ഖുലിൽ ഹഖ വലൗ കാന മുറ. ഹക്ക് പറയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബി പറയാൻ എന്നോട് ചെയ്ത 6 വസിയത്തിൽ പ്രധാനപ്പെട്ട ഒരു വസിയത്താണ് ഖുലിൽ ഹഖ. ഹഖ്നെ നീ പറയണം. വലൗ കാന മുറ, അത് കൈപ്പുള്ളതാണ്. നമ്മുടെ ഉസ്താദിന്റെ ഭാര്യയുടെ അനിയത്തിയുടെ എളാമ്മയുടെ മകള് മരണപ്പെട്ടു. മയ്യിത്തടക്കാനായി അല്ലാഹു ആ സഹോദരിയുടെ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ, റാഹത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സത്യം എവിടെയും ആരുടെ മുഖത്ത് നോക്കിയും സത്യം പറ. അങ്ങനത്തെ ഒരു പരിശീലനം ഈ വിശുദ്ധ റമളാൻ നമുക്ക് നൽകിയ. അതാണ് നമ്മുടെ നാവിന്റെ നോമ്പ്. ഒന്ന് കണ്ണിന്റെ നോമ്പ്. നാവിന്റെ നോമ്പ് എന്താ? സത്യം പറയാം, കളവ് പറയരുത്. ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയുക, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയുക. എവിടെയും സത്യത്തിനാണ് വില. കോടതിയിൽ ചെന്നാലും 10 ഇടി കൊണ്ടാലും 10 ചവിട്ട് കൊണ്ടാലും സത്യമല്ലാതെ ഞാൻ പറയില്ല. അതാണ് ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഖുർആൻ കലാമാണോ അല്ല മഖ്ലൂഖാണോ എന്ന വിഷയം ചർച്ചയായി വന്നപ്പോ അതാ പല ആളുകളും പല രീതിയിൽ രക്ഷപ്പെടാൻ തുടങ്ങി. ചില ആളുകൾ വന്നിട്ട് പറഞ്ഞു, തൗറാത്ത്, ഇഞ്ചീല്, സബൂർ, ഖുർആൻ അദീം, ഇത് നാലും എന്ന് പറഞ്ഞാൽ ഈ 4 പേരിലും സൃഷ്ടിക്കപ്പെട്ടതാണ്. അപ്പോ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ വേറൊരർത്ഥത്തിൽ രക്ഷപ്പെടാം ഭരണാധികാരിയുടെ മുമ്പിൽ. അപ്പൊ വേറെ ഇതിലേക്ക് സൂചന കൊടുത്തുകൊണ്ട് പറഞ്ഞപ്പോ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയാണ്, ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്. ഉടനെ ആ ഒരൊറ്റ നൃത്തത്തിൽ അതാ 18ഓളം അടിച്ചാട്ടവാറുകൊണ്ട് അടിക്കുകയാണ്. അതാണ് അഹ്മദ് ബിൻ ഹംബൽ മഹാന്മാര് കാണിച്ചു വന്നത്. അതാണ് അടികൊണ്ട് ഇടികൊണ്ട് ചതഞ്ഞറിഞ്ഞാലും സത്യമല്ലാതെ എന്റെ നാവിൽ നിന്ന് ഒന്നും വരില്ല. ചിലപ്പോഴൊക്കെ നമ്മുടെ കടയിലൊരു നാശനഷ്ടം ഉണ്ടായി, അല്ലെങ്കിൽ ഒരു മോഷണം ഉണ്ടായി. അപ്പൊ ഉടനെ മാസ്റ്റർ തയ്യാറാക്കാൻ വരുമ്പോൾ 2 ലക്ഷത്തിന്റെ നഷ്ടമാണെങ്കിൽ 20 ലക്ഷം എന്ന് എഴുതി കുറേ. അങ്ങനെയുള്ള ആളുകൾ എനിക്കറിയാം. അപ്പോ ഒരാൾ പറഞ്ഞു, എനിക്കതിൽ 1 രൂപ പോലും വേണ്ട, എന്റെ നാഗ കടയിൽ നിന്ന് പോയി ഇത്രയും രൂപ. എന്തിനാ? കേസ് ബലപ്പിക്കാനാണ്. 2 ലക്ഷം 2000 രൂപയുടെ സാധനം മോഷണം പോയെന്ന് പറഞ്ഞാൽ കേസ് ബലക്കും. 2 ലക്ഷത്തിന്റെ 2 കോടിയുടെ എന്ന് പോയാൽ കുറച്ച് ബലക്കൂലേ? അപ്പൊ അതിനു വേണ്ടി കളവ് പറയാം. അപ്പൊ വാ എടുത്താൽ സത്യം പറ, അതൊരു ക്ഷമയാണ്. സത്യം പറയാനൊരു ക്ഷമ. ഇടികൊള്ളുമ്പോഴും ക്ഷമിച്ചുകൊണ്ട് സത്യം പറയാൻ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾക്ക് സ്വർഗമുണ്ടെന്നുകൊണ്ട് ഞാൻ ജാമ്യം നിൽക്കും. ഇതുപോലെ ഒരു ഉറപ്പ് എന്തുണ്ട്? ഹബീബ് പറയാൻ, ഞാൻ ഉറപ്പ്, ഞാൻ ജാമ്യം, നിങ്ങൾക്ക് സ്വർഗം തരാം. പക്ഷെ എന്ത് ചെയ്യണം? നിങ്ങൾ സംസാരിച്ച സത്യം പറഞ്ഞു. റസൂലുള്ളാഹി വഅഫു ഇദാ വഅത്തും, നിങ്ങൾ കരാർ ചെയ്താൽ ആ കരാറിനെ നിങ്ങൾ പാലിക്കുക. എന്റെ അടുത്ത് വന്നിട്ടൊരു സഹോദരൻ അല്ലെങ്കിൽ സഹോദരിമാരുടെ അടുക്ക വന്നിട്ട്, നിന്റെ കയ്യിൽ എന്താ ഉണ്ട്? ഒരു 5 പവൻ സ്വർണം തൽക്കാലത്തേക്ക് ഒന്ന് തരി, ഇൻഷാ അല്ലാഹ് 5 ദിവസം കഴിഞ്ഞ്, അല്ലെങ്കിൽ ഒരു 2 ലക്ഷം രൂപ, ഒരു 10 ദിവസം കഴിഞ്ഞ്. അങ്ങോട്ടും ഇങ്ങോട്ടും പോകൂല, കരാറാ. വാങ്ങിയിട്ട് അങ്ങ് പോകും. പോകുമ്പോ തന്നെ പിന്നെ കാണിച്ചു തരഞ്ഞ് കിട്ടിക്കോട്ടെ. ഈ നിലയ്ക്ക് വാങ്ങിയ കരാറുകളെ, ചെയ്ത കരാറുകളെ ലംഘിക്കുന്ന ആളുകൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അവർക്ക് സ്വർഗമില്ല. കരാറ് നിങ്ങൾ പാലിക്കുമോ സ്വർഗം കൊണ്ട് ഞാൻ ജാമ്യം നിൽക്കാം. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹബീബായ റസൂലുള്ളാഹി വഅദ്ദുൽ അമാന,
അമാനത്തിന് നിങ്ങൾ വീടുക. ഏതുമെന്തും നിങ്ങളെ വിശ്വസിച്ചാൽ, വിശ്വസിച്ച് എന്തെങ്കിലും ഏൽപ്പിച്ചാലേ ആ വിശ്വാസത്തിൽ വഞ്ചന ചെയ്യണം. വസ്തു വിൽക്കുന്ന അവസ്ഥ നമ്മുടെ നാട്ടിലൊക്കെ സർവ്വസാവത്തികമായിരുന്നു. എന്റെ വസ്തു ഒന്ന് വിൽക്കണം, ആ ഇക്കാ 2 ലക്ഷത്തിൽ കൂടുതൽ സെന്റിന് കിട്ടത്തില്ലേക്ക, ഞാൻ ഏറ്റു 2 ലക്ഷം വാങ്ങി തരാം. എന്നിട്ട് ഇവനോ അയാളറിയാം 3 ലക്ഷത്തിന് സെന്റിന് വെച്ച് മറിക്കും. അപ്പൊ വിശ്വാസത്തിൽ വഞ്ചന കാണിച്ചു. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, വിശ്വസിച്ചേൽപ്പിച്ചു, എന്റെ മക്കളെ പോകുന്ന സമയത്ത് ഒന്ന് സൂക്ഷിച്ചോളണേ എന്ന് പറഞ്ഞിട്ട് ഏൽപ്പിച്ചു പോയി. തിരിച്ചു വരുമ്പോഴോ അല്ലെങ്കിൽ വിഷയം തരുന്നു. ഇപ്പോ കരാറ് പാലിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് 1 മണിയാകുമ്പോ പിരിയണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരിമാരുടെ ഭാഗത്ത് നാളെ ഇൻഷാ അല്ലാഹ് നമുക്ക് സമാപന ദുആ സ്വലാത്തുൻ നൂറാനിയ നമ്മുടെ മജ്ലിസ് എല്ലാ കൊല്ലവും എല്ലാ മാസവും ആദ്യത്തെ ഇംഗ്ലീഷ് മാസം 1-ാം തീയതി കാസർഗോഡ് ആലൂർ ആൽനടുക്കത്ത് നടക്കാറുണ്ട്. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നിരവധി ക്യാൻസർ ബാധിച്ച ആളുകൾ, മറ്റു പല രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവർ, എന്തിനേറെ ഒരുപാട് രോഗം കൊണ്ട് വിഷമിക്കുന്ന നിരാലംബരായ ആളുകൾക്ക് സാന്ത്വനമേകിയ സ്വലാത്താണ് അൽഹംദുലില്ലാഹ് അവിടെ നടക്കുന്നത്. അതിന്റെ കുറഞ്ഞ സ്വലാത്ത് ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് ചൊല്ലി ദുആ ചെയ്ത്
12 മണിക്ക് പിരിയണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന്റെ ഇടയ്ക്ക് നാളെ വരുമ്പോ ഉദ്ദേശങ്ങളൊക്കെ പറഞ്ഞു ഇൻഷാ അല്ലാഹ് സ്വലാത്തിന്റെ മജ്ലിസിൽ വെച്ച് നമുക്ക് ദുആ ചെയ്യാം. സഹോദരിമാരുടെ അടുക്കലേക്ക് കവർ കൊടുത്തു വിടുന്നു. നാളെ വരുമ്പോൾ നിങ്ങളാൽ കഴിയുന്ന സഹായം നമ്മുടെ ഈ സംഘാടകർക്ക് നൽകണമെന്ന് ദീന്റെ പേരിൽ അഭ്യർത്ഥിക്കുകയാണ്. അതിന് ബന്ധപ്പെട്ട സംഘാടകർ ആ ഭാഗം ഇൻഷാ അല്ലാഹ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഹബീബായ റസൂലുള്ളാഹി കരാറ് അത് പാലിക്കുക, അത് വളരെയേറെ നമ്മുടെ ബാധ്യതയാണ്. ആ ഒരു ബാധ്യത നാം നിറവേറ്റണം. ഞാൻ ഓർത്തുപോയാണ്, കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ്, ഒരു കൊല്ലത്തിന് മുമ്പ് ഒന്നരായ റഈസുൽ ഉലമാ സുലൈമാൻ ഉസ്താദ്, അള്ളാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു, അവിടുത്തെ ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനവറുകൾ ഞങ്ങളുടെ നാട്ടിലൊരു പരിപാടിക്ക് വന്നിട്ട് എനിക്ക് വേഗം പോകണം, നാളെ രാവിലെ ദർശനെത്തണം. എന്തുകൊണ്ടെന്നറിയോ? കുറെ രക്ഷാകർത്താക്കള് അമാനത്തായി കുറെ മുത്താലിമികൾ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്, അവർക്ക് ദർശെടുത്ത് കൊടുക്കേണ്ടത് എന്റെ ബാധ്യതയാണ്, അത് നഷ്ടപ്പെട്ടു പോകും എന്ന് പറഞ്ഞിട്ട് വന്ന അന്നത്തെ രാത്രി തന്നെ പെട്ടെന്ന് ധൃതി പിടിച്ച് ആ പരിപാടി ഒന്ന് അറ്റൻഡ് ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ ഇഹ്യാ ഉസ്സുന്നയിൽ നടക്കുന്ന ദർസ് മുടങ്ങരുതെന്ന് ചിന്തിച്ച. കാരണം എന്താ? അമാനത്ത്. രക്ഷകർത്താക്കൾ എന്നെ ഏൽപ്പിച്ച അമാനത്ത് വീടേണ്ടത് എന്റെ ബാധ്യതയാണ്. വളരെ ഗൗരവത്തോടെ കാണുന്നവരാണ് നമ്മുടെ ഉലമാക്കൾ. അപ്പൊ ആ ഒരു അമാനത്ത് നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ആരെങ്കിലും ഏൽപ്പിച്ച് വിശ്വസിച്ച് ഏൽപ്പിച്ചാൽ ആ വിശ്വാസത്തിൽ കളവ് കലർത്തരുത്. ഇന്ന് ബ്രോക്കർമാർ ഇവിടെ ഉണ്ടോന്നറിയില്ല, പെൺ ബ്രോക്കർ, ആൺ ബ്രോക്കർ ഉണ്ട്, അവിടെ ഉണ്ടോ? അങ്ങനെ ഉണ്ട്. ഇവരന്നേരം എങ്ങനെയുണ്ട് പയ്യൻ? അത് നല്ല പയ്യനാണ്, ആമ്പൽ പൂ പോലെയാണ്. എങ്ങനെ നിങ്ങളെ മകൾക്കൊന്ന് കെട്ടിച്ചു കൊടുത്താൽ മതി, ആമ്പൽ പൂ പോലെ. നിക്കാഹിന്റെ സമയത്തുണ്ട് ആടി അലഞ്ഞു. എന്താണ് ഇത്? ആമ്പൽ പൂ എന്ന് പറഞ്ഞാൽ ആമ്പൽ പൂവിന്റെ സ്വഭാവം എന്താ? അതെപ്പോഴും വെള്ളത്തില്, നിങ്ങൾക്ക് വരുന്ന വരനും വെള്ളത്തിൽ. അപ്പോ ആ ഇനത്തിൽ വിശ്വാസത്തിൽ വഞ്ച. അല്ലെങ്കിൽ പയ്യൻ നല്ല സ്മാർട്ട്, ഒന്ന് നടന്നു കിട്ടിയാൽ മതി. നടക്കോ? ഇല്ല, മുട്ടുകാലിൽ എഴയുന്ന ആളാണ്. ഇങ്ങനെ പൊലിമത്തരം പറഞ്ഞ് വിശ്വസിച്ച് നല്ല ഒരു പയ്യനെ സെലക്ട് ചെയ്തുകൊണ്ട് വരണമെന്ന് പറയുമ്പോ കുറെ പൊടി, അതേപോലെ കുറെ ഇതൊക്കെ അങ്ങോട്ട് കലർത്തി മസാലയൊക്കെ അങ്ങോട്ട് തേച്ച് അവതരിപ്പിച്ചിട്ട് പയ്യനെ പറ്റി അങ്ങോട്ട് പാകപ്പെടുത്തി അവതരിപ്പിക്കുന്ന ശൈലി വിശ്വാസത്തിൽ വഞ്ചനയാണ്. ആ ഇനത്തിൽ കിട്ടുന്ന സമ്പത്ത് ജീവിതത്തിൽ ഉപകരിക്കൂല. അപ്പൊ റസൂല് പറഞ്ഞു, നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിച്ചാൽ ആ അമാനത്തിനെ നിങ്ങൾ വിടണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്നിട്ട് ഹബീബ് പറയാണ്, വഹ്ഫളൂ ഫുറൂജക്കും, നിങ്ങളുടെ ഗുഹ്യാവയവങ്ങളെ ഹറാമിൽ നിന്ന് നിങ്ങൾ സൂക്ഷിക്കുമെന്നതുകൊണ്ട് എനിക്ക് നിങ്ങൾ ജാമ്യം നിന്നാൽ ഞാൻ നിങ്ങൾക്ക് ജാമ്യം നിൽക്കുന്നതാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അഞ്ചാമതായ ഹബീബ് പറയാണ്, വഹുല്ലു അബ്സാറക്കും, നിങ്ങളുടെ കാഴ്ചകളെ നിങ്ങൾ ചിമ്മാമെന്നതുകൊണ്ട് കണ്ണുകളെ നിങ്ങൾ ചിമ്മി അടക്കാം. ഹറാമിൽ നിന്ന്, അള്ളാഹു പൊരുത്തപ്പെടാത്തതിൽ നിന്ന് നിങ്ങളുടെ കണ്ണുകളെ സൂക്ഷിക്കാമെന്നതുകൊണ്ട് നിങ്ങളെനിക്ക് ജാമ്യം നിന്നാൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കുന്നതാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹബീബ് പറയാണ്, ആറാമത് വക്കുഫു ഐദിയക്കും, നിങ്ങളുടെ കരങ്ങൾ, ആ കരങ്ങളെ അള്ളാഹുവിനെ പൊരുത്തപ്പെടാത്തതിൽ നിന്ന് സംരക്ഷിക്കാമെന്നതുകൊണ്ട് അകാരണമായി നിങ്ങളെ സഹോദരനെ ഉപദ്രവിക്കുന്നതിൽ നിന്ന് തടയാമെന്നതുകൊണ്ട് നിങ്ങൾ എനിക്ക് ജാമ്യം നിന്നാൽ ഞാൻ നിങ്ങൾക്ക് ജാമ്യം നിൽക്കാമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. പിന്നീട് റമളാനിൽ ആ അമല് ശരിക്ക് പൂർണ്ണമാകണമെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞത് സിലത്തുർ റഹിം, കുടുംബ ബന്ധം. നഷ്ടപ്പെട്ടു പോയ കുടുംബ ബന്ധങ്ങളെ ശക്തീകരിക്കാൻ ഈ മാസം നമുക്ക് ഉതകണം. അപ്പൊ ഈ 5 ദിവസം കൊണ്ട് പിണങ്ങിക്കഴിഞ്ഞ ബന്ധങ്ങളെ കൂട്ടിയിണക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ മാർക്ക് 2ാമത് കൊടുക്കാം. പിന്നീട് ഹബീബായ റസൂലുള്ളാഹി ആ വിഷയങ്ങളൊക്കെ ഒരുപാട് പറയാനുണ്ട്, അതെല്ലാം ഞാൻ ഒഴിവാക്കിയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, 5 കാര്യങ്ങൾ കൂടി സൂക്ഷിക്കണം. ഒന്ന്,
കദിബ്, കളവ്. ഇയ്യാക്കും വൽ കദിബ, നിങ്ങളെയും കളവിനെയും നിങ്ങൾ സൂക്ഷിക്കുക എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തേത് ഗീബത്ത്. അത് ഇന്ന് സർവ്വസാവർത്തികം. അതില്ലാതെ ഈ റമദാൻ വന്നിട്ട് പോലും ഫേസ്ബുക്കും വാട്സപ്പും കുറെ ആളുകൾ അതിനുവേണ്ടി മാത്രം പണ്ഡിതന്മാരുടെ പച്ചമാംസം കൊത്തിവലിക്കാൻ മാത്രം ഇറങ്ങിത്തിരിച്ച ഒരു പക്ഷേ ചിലപ്പോഴൊക്കെ ചിന്തിക്കും ഇവരുടെ ജന്മം ഇതിനു വേണ്ടി അള്ളാഹ് സൃഷ്ടിച്ച ഒരു പ്രത്യേക പടപ്പുകളാണോ? കാരണം അതിന് മാത്രമായിട്ടിരിക്കുന്ന ഒരു ടീം. ഈ ടീമിനെ ഒന്നിനും കാണൂല. നാട്ടിൽ പള്ളി തകർന്നാൽ അല്ലെങ്കിൽ പള്ളിയുടെ പണിയുമായി ബന്ധപ്പെട്ട വിഷയത്തിന് സഹകരിക്കാനോ അല്ലെങ്കിൽ മദ്രസയുടെ സമുദ്ധാരണത്തിനോ അല്ലെങ്കിൽ ദീനീ ചുറ്റുപാടുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ നന്മയുടെ ഒരു വശത്തോ ഇവരാരെയും കാണത്തില്ല. ഇവരെപ്പോഴും ഓൺലൈനിലായിരിക്കും. എന്തിനാ? ഏത് പണ്ഡിതൻ എവിടെ പോകുന്നു, എന്ത് പറയുന്നു, ഇതിനെക്കുറിച്ച് ഇങ്ങനെ വിശകലനവും ചർച്ച. നാവ് കൊണ്ട് ഒരൊറ്റ ആലിമിനെയും കുറ്റം പറയരുത്. നമ്മുടെ ഉസ്താദുമാർ നമുക്ക് പഠിപ്പിച്ചു എന്ന വലിയൊരു സന്ദേശം അതാണ്. ഒരൊറ്റ ആലിമിനെയും ഒരു സയ്യിദിനെയും, ഞാൻ പറയട്ടെ, താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയ തങ്ങളെ എങ്ങനെയാണോ സയ്യിദ് എന്ന ബഹുമാനം കൊടുത്തുകൊണ്ട് നാം സ്നേഹിക്കുന്നത്, അതുപോലെ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെയും അതേ രീതിയിൽ കാണാനാണ് നമ്മുടെ ആലിമീങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഒരൊറ്റ ആലിമിനെയും നമ്മൾ കുറ്റം പറയരുത്, ഒരൊറ്റ സയ്യിദിനെയും നമ്മൾ കുറ്റം പറയരുത്, ഒരു സാധാരണക്കാരനെയും കുറ്റം പറയരുത്. ഇത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അബ്ദുല്ലാഹ്, പ്രഭാതത്തിലും പ്രദോഷത്തിലും നീ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മോനെ, നിന്റെ ഖൽബിൽ ഒരാളോടും ഈർഷ്യത നിനക്കില്ലെങ്കിൽ, വഹുവ സുന്ന നബി, ഈർഷ്യത നിന്റെ ഖൽബിലില്ലെങ്കിൽ മോനെ അബ്ദുല്ലാഹ്, അതെന്റെ ചര്യയാണ് അബ്ദുല്ലാഹ്. അബ്ദുല്ലാഹ്, നീ രാവിലെയും വൈകുന്നേരവും പ്രഭാതത്തിലും പ്രദോഷത്തിലും ജീവനോടെ ഇരിപ്പുണ്ടെങ്കിൽ ഒരാളോട് നിന്റെ ഖൽബിൽ ഒരു ഈർഷ്യതയില്ലെങ്കിൽ മോനെ അതെന്റെ ചര്യയാണെന്ന് പഠിപ്പിച്ചു മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ ഗീബത്ത്, ഈ നോമ്പും പിടിച്ചിട്ട് ആരുടെയെങ്കിലും കുറ്റവും കുറവും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നോമ്പ് അതോടെ നാവിന്റെ നോമ്പ് മുറിയും. അതുമായി ബന്ധപ്പെട്ട ഗൗരവതരമായ ഒരുപാട് വിഷയങ്ങൾ റസൂലുള്ളാഹി പറഞ്ഞത് എല്ലാം സമയത്തിന്റെ കുറവ് കണ്ട് ഞാൻ ഒഴിവാക്കുകയാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഗീബത്ത് അതൊരു പ്രധാന വിഷയമാണ്. സമൂഹത്തെ കാർന്നു തിന്നുന്ന ഏറ്റവും നീചവും മലീമസവുമായ ഒരു ദുശ്ചെയ്തിയായിട്ട് വേണം ഗീബത്തിനെ കാണേണ്ടത്. അന്യന് പൊരുത്തപ്പെടാത്തത് പറയല്ല, അയൽക്കാരനെ കുറ്റം പറയല്ല, തന്റെ സഹോദരന് ഇഷ്ടപ്പെടാത്തത് പറയല്ല, അവൻ വെറുക്കുന്നതൊന്നും പറയല്ല. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. മൂന്നാമത്തത് അന്നമീമ, നമീമത്ത, ഏഷണി. ഇവിടെ പറഞ്ഞത് അവിടെ ചെന്ന് പറയാ, എന്നിട്ട് അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കുക, എന്നിട്ട് ഇവിടെ വന്ന് നല്ല പിള്ള ചമയ്യ. ഇങ്ങനെ ഏഷണിക്കാരൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഗൗരവം വളരെ ശക്തമായ നിലയിൽ പറഞ്ഞിട്ടുണ്ട്. ഖബർ ശിക്ഷിക്കപ്പെടുന്ന കാരണം പറഞ്ഞ കൂട്ടത്തിൽ ഒന്നാമത്തവൻ ആരാണ്? അവൻ നമീമത്തുമായി നടന്നവനാണെന്നവരെ മുഹമ്മദുർ റസൂലുള്ളാഹ്. നാലാമത്തത് അൽ യമീനുൽ ഗമൂസ്, കള്ളസാക്ഷി. കണ്ടിട്ടില്ല, പക്ഷെ കള്ളസാക്ഷി നിൽക്കാം. ഞാനത് സാക്ഷിയായിരുന്നു. അന്നവൻ ദുബൈയിലായിരുന്നു. നീലേശ്വരത്ത് നടന്ന ഒരു സംഭവത്തിന് ഞാൻ സാക്ഷിയായിരുന്നു. അങ്ങനെ കള്ളസാക്ഷ്യം പറയുന്ന ഒരാൾ, അവർക്ക് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും നോമ്പുണ്ടാവൂല. അപ്പൊ കളിച്ചതിന് പോലും കളവ് പറയുന്നു. വെറുതെ ഒരു തമാശ, ആ തമാശയ്ക്ക് ഞാനത് പറഞ്ഞ, എന്നാൽ പോലും അള്ളാഹുവിന്റെ അടുക്കൽ അത് കുറ്റമായി തന്നെ എണ്ണപ്പെടുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അഞ്ചാമത്തെ ഹബീബ് പറയാണ്, വികാരത്തോടുകൂടിയുള്ള നോട്ടം നോമ്പിന്റെ പ്രതിഫലത്തെ ഇല്ലായ്മ ചെയ്യുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നാം മനസ്സിലാക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഈ വിശുദ്ധമായ ഈ മാസത്തിന്റെ പവിത്രതയെ ഉൾക്കൊണ്ട് വേണ്ട രീതിയിൽ ആ മാസത്തെ
ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. കൂട്ടത്തിൽ ഒരൊറ്റ കാര്യം കൂടി ഞാൻ പറയട്ടെ, എന്റെ ഉമ്മമാരോട്, എന്റെ സഹോദരന്മാരോട്. എന്തിനാണിത് ഞാൻ പറയുന്നതെന്നറിയോ? 5 മിനിറ്റ് കൂടി ഞാൻ നിങ്ങളോട് പറയാ. അള്ളാഹുവിന്റെ കരുണ മനസ്സിലാക്കാൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല ആരാണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്കറിയോ? ശുദ്ധമായ ഖുർആൻ ഒരാൾക്ക് വേണ്ടി നിരവധി തവണ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി. ആർക്ക് വേണ്ടി? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എളാപ്പയായ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന വഹ്ശി പശ്ചാത്തപിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ വഴി തുറക്കുന്ന ഒരു രംഗം, അതൊക്കെ ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് ഇത് മനസ്സിലാകുമ്പോ നമ്മൾ ചെയ്ത പാതകങ്ങളും അള്ളാഹു ചെയ്ത കരുണ എത്രയെന്ന് മനസ്സിലാക്കാൻ. വഹ്ശിയെ പോലെ അത്രയും വലിയ മഹാതെറ്റുകളൊന്നും നമ്മളൊരു പക്ഷേ ചെയ്തിട്ടുണ്ടാവൂല. അള്ളാഹുവിന്റെ റസൂലിനെ കരയിപ്പിച്ച വലിയ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത വഹ്ശി, ആ വഹ്ശി അതാ ഹബീബായ റസൂലുള്ളാഹിയിലേക്ക് കത്തെഴുതുകയാണ്. എന്താണ് കത്തെഴുതുന്നത്? നബിയേ, എനിക്ക് ഇസ്ലാമിലേക്ക് വരാൻ ആഗ്രഹമുണ്ട്, പശ്ചാത്തപിച്ചൊരു നല്ല മനുഷ്യനാകാൻ ആഗ്രഹമുണ്ട്. എനിക്ക് മുന്നിൽ തടസ്സമായി നിൽക്കുന്നത് വിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്താണ്. ഏതാണ് ആയത്തെന്നറിയോ? വല്ലദീന ലാ യദഊന മഅല്ലാഹി ഇലാഹൻ ആഖർ വലാ യഖ്തുലൂന അൻ-നഫ്സ അല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂന വമൻ യഫ്അൽ ദാലിക യൽഖാ അസാമാ. എന്താണ് ഖുർആൻ? വല്ലദീന ഒരു കൂട്ടർ ലാ യദഊന മഅല്ലാഹി ഇലാഹൻ ആഖർ, അല്ലാഹു അല്ലാതെ അല്ലാത്ത ആരാധ്യ വസ്തുക്കളെ ആരാധ്യനായി കണ്ട് ആരാധിച്ചു പോയ ഒരു വിഭാഗം ആളുകൾ. വലാ യഖ്തുലൂന അൻ-നഫ്സ, ഒരു മനുഷ്യനെയും ഒരു ആത്മാവിനെയും നശിപ്പിച്ചിട്ടില്ലാത്തവർ. എങ്ങനെയുള്ളവര്? അല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, ഹക്ക് കൊണ്ടല്ലാതെ അള്ളാഹു നിഷിദ്ധമാക്കിയ ഒരാത്മാവിനെയും ഹനിച്ചവർ ഒഴികെ. വലാ യസ്നൂന, വിഭിചരിച്ചവരുമല്ല. അങ്ങനെ വിഭിചരിക്കുകയും അള്ളാഹുവിൽ പങ്കുചേർക്കുകയും അതേപോലെ അള്ളാഹു നിഷിദ്ധമാക്കിയ ആത്മാക്കളെ കൊന്നുകളയും ചെയ്ത ആളുകൾ. അള്ളാഹുവിന്റെ ഖുർആൻ പറയാണ്, വമൻ യഫ്അൽ ദാലിക യൽഖാ അസാമാ. ഈ കൊടും പാതകം 3 ചെയ്തവർക്ക് കഠിന കഠോരമായ ശിക്ഷകൾ അള്ളാഹുവിൽ നിന്നവർ എത്തിക്കുന്നതാണ് നബിയെ. അപ്പോഴാണ് വഹ്ശി പറഞ്ഞു, നബിയെ, ഞാൻ അല്ലാഹ് അല്ലാത്തവരെ പങ്കു ചേർത്തിട്ടുണ്ട്, ലാത്തയൂസയെ ആരാധിച്ചിട്ടുണ്ട്. അങ്ങയുടെ എളാപ്പ ഹംസ എന്ന ആ വരപ്പെട്ട മനുഷ്യന്റെ ആത്മാവ് നശിപ്പിച്ചു. ഹിന്ദു എന്ന പെണ്ണിന് വേണ്ടിയാണ് ഇത് ചെയ്തെങ്കിലും അവളുമായി മറ്റ് പലരുമായി ഞാൻ ഭോഗത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്, അങ്ങനെ വിഭിചരിച്ചിട്ടുമുണ്ട്. ഈ 3 ആയത്ത് എനിക്ക് ഇസ്ലാമിലേക്ക് വരാൻ തടസ്സമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് വഹ്ശി കൊടുത്ത കത്ത് അതാ പ്രതിനിധി കൊണ്ടുവന്ന് വായിക്കുമ്പോ ഉടനെ അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അടുത്ത ആയത്ത് ഇറങ്ങുകയാണ്. ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സാലിഹാ ഫൗലൈക യുബദ്ദിലുല്ലാഹു സയ്യാതിഹിം ഹസനാത് വകാന അല്ലാഹു ഗഫൂറർ റഹീമാ ഖാല അല്ലാഹു അസ്സ വജൽ. ഉടനെ വഹ്ശിക്ക് സമാധാനം നൽകിക്കൊണ്ട് അള്ളാഹു പറയാണ്, വഹ്ശി, നീ വിഷമിക്കണ്ട, അങ്ങോട്ട് പോരാ. ഇല്ലാമൻ താബ, പശ്ചാത്തപിച്ചവർ ഒഴികെ വആമന, എന്നിട്ട് അവർ വിശ്വസിക്കുകയും വഅമില അമലൻ സാലിഹാ, സാലിഹായ അമൽ അവർ ചെയ്യുകയും ചെയ്താൽ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യാതിഹിം ഹസനാത്ത്, അവരുടെ തിന്മകൾക്ക് പകരം നന്മകളെ അള്ളാഹു പകരമാക്കുന്നതാണ്. അപ്പൊ പശ്ചാത്തപിച്ച് സാലിഹായ അമൽ ചെയ്ത് വിശ്വസിച്ച് ഇങ്ങോട്ട് പോര വഹ്ശി. റസൂലുള്ളാഹി കത്ത് അങ്ങോട്ട് കൊടുത്തു വിടുന്നു ഈ ഖുർആൻ ആയത്ത് വെച്ചിട്ട്. വളരെ വഹ്ശി നോക്കിയിട്ട് പറഞ്ഞു, ഇല്ലാമൻ താബ, പശ്ചാത്തപിക്കാം, വാമന വിശ്വസിക്കുകയും ചെയ്യാം, പക്ഷെ വാമില അമല സാലിഹ, സാലിഹ അമല് ചെയ്യാൻ കഴിഞ്ഞോളണമെന്നില്ല. കാരണം മുസ്ലിമായ ഉടനെ മരിച്ചുപോയാൽ എന്താ ചെയ്യാ?
അപ്പൊ അത് തടസ്സാണ്. ഉടനെ വഹ്ശി പറയാണ്, നബിയേ, ഇതിൽ എനിക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ തടസ്സമായി നിൽക്കുന്നത് വഅമില അമലൻ സാലിഹാ, സാലിഹായ അമൽ ചെയ്യണമെന്ന് പറഞ്ഞതാണ്. ഞാൻ വിശ്വസിക്കാം, പശ്ചാത്തപിക്കാം, പക്ഷേ സ്വാലിഹായ സുഹൃതങ്ങൾ ചെയ്യാൻ എനിക്ക് അവസരമുണ്ടോ ഇല്ലേ, അതിനിടയ്ക്ക് ഞാൻ മരിക്കോ ഇല്ലേ, എനിക്കറിയില്ല. ഈ ആയത്ത് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ എനിക്ക് തടസ്സമാണ്. ഒരു വഹ്ശി എന്ന കൊടും പാതയ്ക്ക് വേണ്ടി അള്ളാഹു ചെയ്യുന്ന വിട്ടുവീഴ്ചയാണ്. ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാം വീണ്ടും അതാ ഇറങ്ങി വരികയാണ്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്രിക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. നബിയേ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനക്ക് പങ്കു ചേർത്ത ആളുകൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കൂല. അല്ലാഹു പങ്കു ചേർത്തവർക്ക് പുറത്തു കൊടുക്കൂല. അല്ലാത്ത ആളുകൾക്ക്, അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കും. അല്ലാഹു ഉദ്ദേശിക്കുന്ന ഈ കത്തുമായിട്ട് വീണ്ടും ഹബീബായ റസൂലുള്ളാഹി വഹ്ശിയിലേക്ക് വിടുക. വഹ്ശി ഒന്ന് നോക്കിട്ട് പറയാം, അള്ളാഹുവിൽ പങ്കേർക്കാത്തവർക്ക് പുറത്തു കൊടുക്കും, ഓക്കെ. പക്ഷേ ബാക്കിയുള്ളതൊക്കെ അള്ളാഹു ഉദ്ദേശിക്കുന്നത്, ആ ഉദ്ദേശിച്ചതിൽ ഞാൻ പെട്ടോ ഇല്ലെന്ന് എനിക്കെങ്ങനെ അറിയാം? അതുകൊണ്ട് ഇസ്ലാമിലേക്ക് വരാൻ ഇതും തടസ്സമാണ്. വീണ്ടും കത്തെഴുതി. എങ്ങനെ? അള്ളാഹ് നീ ഉദ്ദേശിക്കുന്ന പറഞ്ഞാ ഉദ്ദേശിച്ച കൂട്ടത്തിൽ ഞാൻ പെട്ടിട്ടുണ്ടോ എനിക്കറിയില്ല. അപ്പോഴാണ് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ജിബ്രീൽ ഇറങ്ങുകയാണ്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീആ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. എത്ര തവണ ആയത്തിറങ്ങി? 3 തവണയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഈ വഹ്ശി എന്ന കൊടും പാതയ്ക്ക് വേണ്ടി ജിബ്രീൽ വന്നത്. 3ാമത്തെ ആയത്തിൽ നബിയെ, ദുർവ്യം ചെയ്തു പോയ, അമിതപ്പറ്റ് ചെയ്തു പോയ ആളുകളോട്, പരിധിവിട്ട ആളുകളോട് പറയുകല്ല, അല്ലാഹുവിന്റെ റഹ്മത്ത് വിശാലമാണ്, ആശമുറിയണ്ടാണ്, ആശമുറിയണ്ട നിങ്ങൾ. അതുകൊണ്ട് ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ, എല്ലാ പാവങ്ങളും അല്ലാഹു പുറത്തുതരാൻ തയ്യാറാണ്. ഇങ്ങോട്ട് പോരെ, അല്ലാഹുവിന്റെ ഖജനാവ് വിശാലമാണ്. യജമാനായ അല്ലാഹു വിളിക്കുകയാണ്, ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, അല്ലാഹുവിന്റെ മഗ്ഫിറത്തിലേക്കും, അല്ലാഹുവിന്റെ വിശാലമായ ആ സ്വർഗീയ ലോകത്തേക്ക്, ആകാശ ലോകങ്ങളുടെ വിശാലതയുള്ള ആ സ്വർഗ ലോകത്തേക്ക് അല്ലാഹു നിങ്ങളെ ക്ഷണിക്കുകയാണ്. കടന്നു വരൂ അടിമകളെ, പൊറുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുമ്പോ നമ്മൾ ഇനിയും ഈ തെറ്റിലേക്ക്, കുറ്റങ്ങളിലായി വീണ്ടും ആ പതിക്കണോ വേണ്ട എന്ന് വിശുദ്ധ റമളാൻ നമ്മോട് പറയാൻ. അതുകൊണ്ട് ആദ്യത്തെ 10 റഹ്മത്തിന്റേതാണെങ്കിൽ 2ാമത്തെ 10 മഗ്ഫിറത്തിന്റേതാണ്. കരുണാമയനായ അല്ലാഹുവിനോട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നോമ്പുകാരന്റെ ദുആ മുസ്തജാബ, അവന്റെ ദുആക്ക് ഉത്തരം നൽകുന്നതാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി നോമ്പ് തുറക്കുന്ന സമയത്ത് നോമ്പുകാരന് അല്ലാഹു തട്ടപ്പെടാത്ത ഒരു പ്രാർത്ഥന കൊടുത്തു. അതവന്റെ പ്രാർത്ഥന, അവന്റെ നോമ്പിന്റെ പ്രാധാന്യമാണ്. എങ്ങനെ? നോമ്പ് മുറിക്കുന്ന സമയത്ത് അല്ലാഹു തട്ടുകയില്ല ആ പ്രാർത്ഥന. ഈ ഹദീസിന് ശേഷം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവിടുത്തെ മക്കളെ വിളിക്കുകയാണ്. നോമ്പ് തുറന്ന ഉടനെ മക്കളെയും ഭാര്യയും വിളിച്ച് അടുത്തിരുത്തിയിട്ട് അല്ലാഹുവിനോട് ഇനി കയ്യും നീട്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കാരണം എന്തേ? പ്രാർത്ഥന തട്ടപ്പെടാത്തൊരു സമയമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടണമെന്ന് ചിന്തിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അള്ളാഹു നമുക്ക് ഉപകാരപ്പെടുത്തി തരുമാറാകട്ടെ. എന്നും നിങ്ങൾ മഗ്‌രിബിന്റെ ആ നോമ്പ് തുറക്കുന്ന സമയത്ത്, ആ നോമ്പ് തുറന്ന ഉടനെ ഒരു പ്രാർത്ഥനയുണ്ട്. നിങ്ങളുടെ വിഷമങ്ങൾ അള്ളാഹുവിനോട് അവതരിപ്പിക്കാൻ, നിങ്ങളുടെ പ്രയാസങ്ങൾ അള്ളാഹുവിനോട് അവതരിപ്പിക്കാൻ, തട്ടിൽ
പറ്റില്ല എന്ന് ദഅവത്തും മുസ്തജാബ ഹബീബ് പറയുകയാണ്. ഓരോ നോമ്പുകാരനും അവന് തട്ടപ്പെടാത്ത ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയുടെ സമയത്ത് നിങ്ങൾ വിനിയോഗിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് കുറഞ്ഞ ഒരു 3 സ്വലാത്ത് ഇന്ന് ചൊല്ലി നാളെ ഇൻഷാ അല്ലാഹ് സ്വലാത്തുകളും ദിക്റുകളൊക്കെ ചൊല്ലി ഒരു 12 മണിക്ക് പിരിഞ്ഞെങ്കിലേ എനിക്ക് 1 മണിക്ക് കാസർഗോഡ് നടക്കുന്ന സ്വലാത്തിന്റെ മജ്ലിസിൽ പോകാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് 9 മണിക്ക് ഇൻഷാ അല്ലാഹ് നാളെ തുടങ്ങണം. അതിന് പറ്റുന്ന നിലക്ക് എന്റെ സഹോദരിമാരും സഹോദരന്മാരും ഒക്കെ നേരത്തെ എത്തിയാൽ നന്നായിരുന്നു. നാളെ മരണചിന്തകൾ എന്ന ചില വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വരേണ്ടതും അനുഭവിക്കേണ്ടതുമായ ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് പറയാനും കേൾക്കുവാനും പ്രവൃത്തി പദ്ധതിയിൽ കൊണ്ടുവരാനും റഹ്മാനായ റബ്ബ് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ബുദ്ധിമുട്ടില്ലാത്തവർക്കൊന്ന് എഴുന്നേറ്റ് മുന്നിൽ നിന്നാലും സഹോദരിമാർ അവിടെ തന്നെ ഇരിക്കുക. നാളെ ഇൻഷാ അല്ലാഹ് വരുമ്പോ കഴിവിന്റെ പരമാവധി നിങ്ങൾ നല്ലപോലെ നെയ്യത്താക്കി താജുൽ ഉലമാ മഹാനവറുകളുടെ നാമധേയത്തിലുള്ള ഈ മഹത്തായ പഠന ക്ലാസ് ഇൻഷാ അല്ലാഹ് കാരുണ്യ പ്രവർത്തന രംഗത്തൊക്കെ കേരളത്തിൽ തുല്യതയില്ലാത്ത കർമ്മ പദ്ധതികൾക്ക് ആവിഷ്കരണം നടത്തിയ സംഘടനയാണ് SYS-ഉം കേരള മുസ്ലിം ജമാഅത്തും അനുബന്ധ സംഘ കുടുംബങ്ങളൊക്കെ. ആ സംഘ കുടുംബങ്ങളെ നിങ്ങളാൽ കഴിയുന്ന ഉമ്മമാരുടെ സഹോദരന്മാരുടെ സഹായ ഹസ്തങ്ങൾ കൊണ്ട് ഈ നാട്ടിൽ നിരാലംബരായ ഒരുപാട് ആളുകളുണ്ട്. നിരാശ്രയരായി കഴിയുന്ന ആളുകളുണ്ട്. രോഗികളായി കഴിയുന്ന ആളുകളുണ്ട്. കേരളത്തിൽ മെഡിക്കൽ സംവിധാനത്തിലൂടെ 10,000 രൂപ ചിലവിൽ നിരാലംബരായ ആളുകൾക്ക് മെഡിക്കൽ കാർഡ് കൊടുത്തുകൊണ്ട് ആ നിലയ്ക്കുള്ള സാന്ത്വന പദ്ധതിക്ക് തുടക്കമിട്ട കേരളത്തിലെ എടുത്തു പറയേണ്ട ഏക സംഘടനയും ഈ മഹത്തായ പ്രസ്ഥാനമാണ് എന്ന് നമുക്കൊക്കെ നല്ലപോലെ അറിയാം. അതുകൊണ്ട് നിങ്ങളുടെ ഒക്കെ സഹായങ്ങളും സഹകരണങ്ങളൊക്കെ ഇതിലുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ, ഖൈർ നൽകുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമർ റഹീമായ അല്ലാഹ്, ഞങ്ങളുടെയും ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരിമാർ, സഹോദരന്മാർ, ഭാര്യമാർ, മക്കൾ, മരുമക്കൾ, കുടുംബക്കാർ, രക്തബന്ധമുള്ളവർ, സ്നേഹബന്ധമുള്ളവർ, വിവാഹബന്ധമുള്ളവർ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഞങ്ങൾ സ്നേഹിക്കുന്നവർ, ഒരു നല്ല വാക്കുണ്ടെങ്കിലും ഞങ്ങളെ സന്തോഷിപ്പിച്ചവർ, അർഹമർ റഹീമായ അല്ലാഹ്, സാധുവായ ഞാൻ പോയ എന്റെ എല്ലാ മജ്ലിസുകളിലും ഇതുപോലെ വന്ന ഉമ്മമാരുണ്ട്, ഉസ്താദുമാരുണ്ട്, ഉപ്പമാരുണ്ട്, സഹോദരന്മാരുണ്ട്, മുതല്ലിമുകളുണ്ട്, കൊച്ചനുജന്മാരുണ്ട്, കൊച്ചനുജത്തിമാരുണ്ട്. ഈ മഹത്തായ മജ്ലിസിലും നേരത്തെ വന്ന ആളുകളുണ്ട്. ആവശ്യം കാരണം നേരത്തെ പോകേണ്ടി വന്നവരുണ്ട്. അവർക്കും ഈ ദുആയിൽ നീടം നൽകണം അല്ലാഹ്. അർഹമുർ റഹീമായ അല്ലാഹ്, ഞങ്ങളുടെ ഒരുമിച്ച് കൂടലിനെ നീ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടലിനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ അല്ലാഹ്. വൻ പാവങ്ങളുണ്ട്, ചെറുപാവങ്ങളുണ്ട് അല്ലാഹ്. കരുണാമയനായ അല്ലാഹ്, സർവപാവങ്ങളും നീ പുറത്തു മാപ്പാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, സ്വലാത്തിന്റെ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, ഹബീബായ റസൂലുള്ളാഹിന്റെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് ഞങ്ങളിൽ ഒരുപാട് ആളുകൾ പലതരത്തിൽ രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്. ക്യാൻസർ ബാധിച്ചവരുണ്ട്, ഹാർട്ടിന് അസുഖമുള്ളവരുണ്ട്, വാൾവിന് അസുഖമുള്ളവരുണ്ട്, കിഡ്നിക്ക് അസുഖമുള്ളവരുണ്ട്, തലച്ചോറിന് അസുഖമുള്ളവരുണ്ട്. തല മുതൽ കാല് വരെ, പാദം മുതൽ പരപ്പ് വരെ ശരീരത്തിന്റെ നാരായ നാടി നരമ്പുകൾ
ഭാഗങ്ങളിലും അവയവങ്ങളും രോഗം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്. അല്ലാ 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 ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ഹക്ക് കൊണ്ട് സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് പൂർണ്ണമായും നീ ശിഫയാക്കണേ റഹ്മാനെ. മാരക രോഗങ്ങളെ തൊട്ട് നീ കാക്കണം അല്ലാ. ഞങ്ങൾക്കും മേൽ പറയപ്പെട്ടവർക്കും നീ ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും നൽകണം അല്ലാ. കടം കൊണ്ട് കുടുങ്ങിയവരുണ്ട് റഹ്മാനെ, വീടാനുള്ള വഴികൾ നീ തുറക്കണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയ ഒരുപാട് ആളുകൾ ഖബറിലാണ് റഹ്മാനെ. അവരുടെ ഖബറിടങ്ങൾ നീ വിശാലമാക്കണേ റഹ്മാനെ. അവരുടെ ഖബറുകൾ നീ സന്തോഷത്തിലാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളെ നീ ഹാഫിലീങ്ങളാക്കണേ അല്ലാ, ആലിമീങ്ങളാക്കണേ അല്ലാ, സാലിഹീങ്ങളാക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണേ അല്ലാ റഹ്മാനെ. വിവാഹപ്രായമെത്തിയ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഖൈറായ തുണകളെ നൽകണേ അല്ലാ അർഹമുർ റഹീമേ. ഞങ്ങളുടെ ഖൽബുകൾ നീ നന്നാക്കണം റഹ്മാനെ. ദുഷിച്ച ചിന്തകൾ മാറ്റണം റഹ്മാനെ. ഞങ്ങളുടെ ഖൽബിൽ നിന്റെ ഹബീബിന്റെ സ്വലാത്ത് കൊണ്ട് നിന്റെ ദിക്റുകളെ കൊണ്ട് നീ പ്രകാശിപ്പിക്കണം അല്ലാ. ഞങ്ങൾക്ക് ഈ റമളാൻ അനുകൂലമാക്കണം അല്ലാ. നാളെ ഹബീബിനോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നീ നൽകണം, കുടുംബസമേതം നൽകണം അല്ലാ. ഇത് ഞങ്ങളുടെ ആരുടെയും അവസാന റമളാനാക്കല്ല അല്ലാ. ഇനിയും ഒരുപാട് റമളാനുകളെ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കാനുള്ള തൗഫീഖ് നീ നൽകണം റഹ്മാനെ. ربنا آتنا في الدنيا حسنة في الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. إن شاء الله ദുആ ഞാൻ ചുരുക്കിയതാണ്. നിങ്ങൾ നേരത്തെ വന്നവരാണ്, നേരത്തെ പോകേണ്ടതുള്ളത് കൊണ്ട് നാളെ ഇൻഷാ അല്ലാഹ് 9 മണിക്ക്